സമസ്തയെ വിരട്ടാൻ നോക്കണ്ട. ആരവിടെ സമസ്തനെ വിരട്ടിയത്? സമസ്ത എങ്ങനെ ആർക്കെങ്കിലും വിരട്ടാൻ നിന്ന് കൊടുക്കുന്ന പ്രസ്ഥാനമാണോ? സമസ്തയോട് എല്ലാവർക്കും ആദരവല്ല ഉള്ളത്. സമസ്തയുടെ മുന്നിൽ സമസ്തയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച കുടുംബങ്ങളല്ലേ ബാഫി തങ്ങളുടേത്, മഹാനായ പൂക്കോയ തങ്ങളുടേത്? ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം തന്നെയല്ലേ സമസ്തക്കുള്ളത്? ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം അംഗീകരിക്കാത്തവർക്ക് എങ്ങനെയാണ് സമസ്ത മുഷാവറയിലൊക്കെ ഇരിക്കാൻ കഴിയുക? ബാഫി തങ്ങളുടെയും പാണക്കാട് തങ്ങളുടെയും പൈതൃകത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ആ മുഷാവറയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ തൂക്കി പുറത്തിടാൻ തയ്യാറാകണം. അതല്ലേ വേണ്ടത്? രാഷ്ട്രീയ ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുക, വിരട്ടുക, അതിന് സ്വന്തമായി യൂട്യൂബിൽ ചാനലിൽ പോയിട്ട് സംസാരിച്ചോളണം. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ ആരാണ്? ബാഫി തങ്ങളെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ? സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് 1926 വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ? ബാഫി തങ്ങളുടെ അമ്മാവന. 932 ബാഫി തങ്ങൾ സമസ്തയുമായി സഹകരിക്കുന്നത്, സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. 939 മഹാനായ ബാഫി തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നത്. മഹാനായ പൂക്കോയത്തങ്ങൾ, പാണക്കാട് പൂക്കോയത്തങ്ങൾ 40 കടന്നു വരുന്നത്. മഹാനായ ബാഫി തങ്ങളും പൂക്കോയത്തങ്ങളും മുസ്ലിം ലീഗിലേക്ക് വന്നതോടുകൂടിയാണ് മുസ്ലിം ലീഗ്, മുസ്ലിം സമുദായത്തിന്റെ മഹാജനപ്രവാഹം ലീഗിലേക്ക് ഒഴുകിയത്. ഈ രണ്ട് മഹാന്മാരായ സയ്യിദുകളുടെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് എക്കാലത്തും പാണക്കാട് കുടുംബത്തിനോടും ബാഫി തങ്ങളെ കുടുംബത്തിനോടും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തനവും കടപ്പെട്ടിരിക്കും. മഹാന്മാരായ നേതാക്കൾ KM സീരി സാഹിബ്, KM മൗലവി സാഹിബ്, അതുപോലെ തന്നെ ഉപ്പി സാഹിബ്, ബി പോക്കർ സാഹിബ്, സത്താർ സെട്ടു സാഹിബ്, ഈ തുടങ്ങിയ മഹാന്മാരായ നേതാക്കന്മാർ അവരാണ് മുസ്ലിം ലീഗിന് തുടക്കം കുറിച്ചതെങ്കിലും അതിലേക്ക് വലിയ പാരമ്പര്യ മുസ്ലിങ്ങളുടെ ഒരു ജനപ്രവാഹം ഉണ്ടായത് 39 ബാഫി തങ്ങളുടെ വരവും 40 പൂക്കോയ തങ്ങളുടെ വരവും കൊണ്ടാണ്. അതോടുകൂടി ഇത് മഹാപ്രസ്ഥാനമായി മാറുകയാണ്. അതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 29 സീറ്റിലേക്കാണ് മദിരാസി അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചത്. 29 സ്ഥലത്തും മുസ്ലിം ലീഗ് ജയിച്ചു. 29 സ്ഥലത്തും മുസ്ലിം ലീഗിനെതിരെ മത്സരിച്ചവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ആ 29 സീറ്റുണ്ടായിട്ടും, അത് മാത്രം അതിലും കൂടുതൽ MLA-മാരുള്ള പാർട്ടികളുണ്ടായിട്ടും മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ മദ്രാസി എന്ന വലിയ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് പദവിയിൽ ക്യാബിനറ്റ് റാങ്കിലിരുന്നു. 926 സമസ്ത ഈ നാട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയതെങ്കിലും മഹാനായ ബാഫി തങ്ങൾ സമസ്തയോട് ചേർന്ന് നിന്നതോടു കൂടിയാണ് സമസ്തക്ക് സ്ഥാപനങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. മഹാനായ പൂക്കോയത്തങ്ങൾ ചേർന്ന് നിന്നു. സമസ്തക്ക് ഏറ്റവും വലിയ ആദ്യ പിറന്നു വീണ പോഷക സംഘടന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. അതിന് നേതൃത്വം കൊടുത്തത് ബാഫി തങ്ങളാണ്. 951 എടരിക്കോട് ചേർന്ന സമസ്ത മുഷാവറ യോഗം, ആ യോഗമാണ് ദർസുകൾ ആരംഭിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടി ബാഫി തങ്ങളെയാണ് നിയോഗിക്കുന്നത്. വാഴക്കാട്ടുള്ള ദാറുൽ ഉലൂം ബാഫി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി പരിശോധിക്കുന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് മദ്രസ സംവിധാനം. സമസ്തയ്ക്ക് 10,000-ലേറെ മദ്രസകളുണ്ട് എന്ന് പറയുന്നവർ ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പഠിക്കണം. ബാഫി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ലീഡർഷിപ്പാണ്. വടകരയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിലാണ് സമസ്ത മത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്, ബാഫി തങ്ങളെ അതിൻ്റെ ലീഡർഷിപ്പ് ഏൽപ്പിക്കുന്നത്. മുഷാവറയിൽ പോലും ഇല്ലാത്ത ബാഫി തങ്ങളാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ കട്ടില സ്ഥാപിക്കുന്നത്. സമസ്തയെ നയിക്കുന്ന കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഒരു ഭാഗത്തുണ്ടായപ്പോൾ
ആര് കട്ടിൽ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ മുശാവറയിൽ അംഗം പോലുമല്ലാത്ത ബാഫിഖ് തങ്ങളെയാണ് കട്ടിൽ വെക്കാൻ ഏൽപ്പിച്ചത്. സമസ്ത മുശാവറയിൽ ബാഫിഖ് തങ്ങളില്ല, എന്നിട്ടും മുശാവറ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് മഹാനായ ബാഫിഖ് തങ്ങൾ. ഇതൊക്കെ പൈതൃകം, സമസ്തയുടെ പൈതൃകം പഠിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ബാഫിഖ് തങ്ങളെയും ബുക്കോയ് തങ്ങളെയും കിട്ടും. രണ്ടാമതുണ്ടാക്കിയ പോഷക സംഘടനയാണ് സുന്നി യുവജന സംഘം SYS. ആരാണ് അതിൻ്റെ പ്രസിഡന്റ്? അതിനെ നയിച്ചത് ജീവന്റെ തുടിപ്പുള്ള ഒരു സംഘടനയായി, 10,000-കണക്കിന് മുസ്ലിം യുവാക്കൾ ഒഴുകിയെത്തിയ ഒരു സംഘടനയായി അതിനെ മാറ്റിയെടുത്തത് പാണക്കാട് പൂക്കോയ തങ്ങളുടെ അത്യാധ്വാനമാണ് അല്ലേ? ഈ രണ്ട് പോഷക സംഘടനകളെ ആ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. രണ്ടിനും ലീഡർഷിപ്പ് കൊടുത്തത് ഒന്ന് ബാഫി തങ്ങളും ഒന്ന് പൂക്കോയ തങ്ങളുമാണ്. അവരുണ്ടാക്കിയതാണ് 10,000-കണക്കിന് മദ്രസകൾ. അവരുണ്ടാക്കിയതാണ് ഈ നാട്ടിൽ കാണുന്ന എല്ലാ അറബി കോളേജുകളും. പട്ടിക്കാട് ജാമിയ, പട്ടിക്കാട് കോളേജ്, നന്ദി കോളേജ്, കടമേരി കോളേജ്, ദാറുൻ നജാത്ത്, അതുപോലെ തന്നെ നമ്മുടെ നിരവധി സ്ഥാപനങ്ങൾ നോക്കൂ. ആ സ്ഥാപനങ്ങൾക്കൊക്കെ തറക്കല്ലിട്ടതും അത് ഉദ്ഘാടനം ചെയ്തതും ആരാന്ന് പോയി നോക്കൂ നിങ്ങൾ. ഒക്കെ പാണക്കാട് തങ്ങന്മാരാ. ഈ മുക്കർ ഉമ്മർ മൊയിലേരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചരിത്രം പോയി പഠിക്കണം. ആ പൈതൃകത്തിൽ തന്നെയാണ് ഇതൊക്കെ വളർന്നത്. ഈ നാട്ടിൻപുറത്തെ മദ്രസകളും പള്ളികളും അറബി കോളേജുകളൊക്കെ ഉണ്ടാക്കാൻ ഈ മഹാന്മാരായ തങ്ങന്മാർ മുന്നിൽ നിന്ന് സമുദായത്തോട് പൈസ ചോദിച്ചു. അവർ ചോദിച്ചുകൊണ്ടാണ് പൈസ കൊടുത്തത്. നിങ്ങളൊന്ന് പിരിക്കാൻ ഇറങ്ങി, ഒരു മദ്രസ ഉണ്ടാക്കാൻ നിങ്ങളൊന്നിറങ്ങി. അവരുടെ ഒരു പൊട്ടൻഷ്യലാണ്. ആർക്കതിൽ സംശയമുള്ളത്? മരിക്കും വരെ ഒരു കയ്യിൽ സമസ്തയെയും മറുകൈയിൽ മുസ്ലിം ലീഗിനെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഈ മഹാന്മാരായ നേതാക്കൾ പോയത്. അവരുണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ. അവർ ജീവിച്ച് കാണിച്ചു തന്ന രീതികളുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട്. പക്ഷേ അവർക്കിടയിൽ യോജിപ്പുള്ളിടത്ത് എങ്ങനെ നിൽക്കണം, വിയോജിപ്പുള്ളിടത്ത് ആരോഗ്യപരമായ സംവാദം എങ്ങനെ നടത്തണം എന്നതിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഇവരൊന്നും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ നയം ഈ നയം, വഹാബി കുഹാബി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഞങ്ങൾ മാതൃകയാക്കുന്നത് ബാഫി തങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, പൂക്കോയ് തങ്ങളും ശിഹാബ് തങ്ങളും ഹൈദരി തങ്ങളും എന്താ നമുക്ക് കാണിച്ചു തന്നത്, അതേ പാതയിലാണ് സാദിഖലി തങ്ങളും പാണക്കാട്ടെ മറ്റു കുട്ടികളൊക്കെ ജീവിച്ചത്. നിങ്ങളാണ്ട് വരട്ടിയിട്ട് ഓലെ സ്റ്റൈലുണ്ട്, ഓലെ പെട്ടെന്ന് എന്താക്കി മാറ്റുക? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പണ്ഡിതന്മാർക്കൊക്കെ ഒരു ഭാഷ വേണ്ടേ, വൃത്തിയുള്ള ഭാഷ. എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ലേ. നമ്മളെ നാവിൻ തുമ്പിൽ എന്താണ് വരുന്നത്? മറ്റു മതക്കാരെ അധിക്ഷേപിക്കുക. ശിവന്റെ ലിംഗം, പാർവതിന്റെ ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണോ ഭാഷ? ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ എന്താണെന്ന് പഠിക്കുക. SKSSF കരുത്തുറ്റൊരു സംഘടനയാണ്. സാദിഖലി തങ്ങളെ പരിഹസിക്കാൻ നടക്കുന്നവർ എന്ത് തെറ്റാ ഇവരൊക്കെ ചെയ്തത്? ഇവരൊക്കെ സമസ്തക്ക് നിർലോഭമായ പിന്തുണയല്ലേ തന്നത്? സമസ്തയുടെ ആശയം സ്വീകരിക്കുന്ന എല്ലാ പള്ളികളും, മിക്കവാറും പള്ളികൾ പാണക്കാട് കുടുംബത്തെ കാവിയാക്കുന്നു. എന്താ ഇതിന് കാരണം? ആ കാരണം ഇരുന്ന് പഠിച്ചാൽ കിട്ടും. താഴെത്തട്ടുള്ള സമൂഹം പാണക്കാട് തങ്ങളുടെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുക. കേരളത്തിലൊരു മദ്രസക്ക്, ഒരു പള്ളിക്ക് തറക്കല്ലിടണമെങ്കിൽ അത് പാണക്കാട്ടെ കുടുംബം വേണം. നമ്മളെ കുടുംബത്തിലൊരു നിക്കാഹ്,
ഒരു നിക്കാഹ് വരുമ്പോൾ നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? പാണക്കാട്ട് ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അത് ആ കുടുംബത്തിൻ്റെ ഒരു ഗരിമയാണ്. ആ കുടുംബം ഒരു അധികാര സ്ഥാനങ്ങളിലേക്കും വരില്ല, അവർക്കൊന്നും ആവേണ്ട. അത്രമാത്രം സുബഹി മുതൽ അർദ്ധരാത്രി വരെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ലാത്ത യാത്രകളിലാണ് അവർ. എവിടെയെല്ലാം അവരെത്തുന്നു. സമുദായത്തിനകത്ത് മാത്രമല്ല, സഹോദര സമുദായങ്ങൾക്കിടയിലേക്കും അവർ പോലും അവരുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങന്മാരെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ടും ഇവർ പറയുകയാണ് സമസ്തയെ വരട്ടണ്ട. സമസ്തയെ വരട്ടണ്ട എന്ന് പറയാൻ ഇയാൾക്ക് എന്താ അധികാരം? ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, സമസ്തയുടെ നിലപാട് പ്രസിഡന്റായ ഞാൻ പറയും, അല്ലെങ്കിൽ സെക്രട്ടറിയായ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് പറയും. ഞങ്ങൾ പറയുന്നതാണ് സമസ്തൻ്റെ ഇത് എടുക്കേണ്ടത്. ഈ ഉമ്മർ ഫൈസിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഉമ്മർ ഫൈസി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു വട്ടമാണോ പറഞ്ഞത്? എത്ര വട്ടം ജിഫ്രി തങ്ങൾ വ്യക്തമാക്കണ്? എന്നിട്ട് യാതൊരു ഉളുപ്പില്ലാതെ പറയുക സമസ്തൻ്റെ നേരെ വരേണ്ടത്. ഇത് സമസ്ത വേദികളിൽ വന്നാ പറയുന്നത്. സമസ്ത വേദികളിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ആവശ്യപ്രകാരം പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം വിളിച്ചവരെ ഇയാൾ ചുമതലപ്പെട്ട വ്യക്തിയാണ്. CPM കൊടുത്ത കൊട്ടേഷനാണിത്. ഇത് ഞങ്ങൾക്ക് തിരിയായിട്ടല്ല, സമസ്തന്റെ വേദിയാണെന്ന് ഒറ്റ ബഹുമാനം കൊണ്ടാ. അത് മനസ്സിലാക്കണം. ഇമാരി തോന്നിയാസം പറയുമ്പം സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. ഒന്ന് മനസ്സിലാക്കിക്കോ, വല്ലാതെ കളിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ഒരു CPM-മാരും കഴിയില്ല. ഞങ്ങളെ യുവാക്കളെങ്ങാനും ഇറങ്ങി പുറപ്പെട്ടാൽ അത് എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സമസ്തയിലെ ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടാറില്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. സമസ്ത വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. സമസ്തയിലുള്ള ലീഗ് അത് അവരുള്ളെടുത്ത അഭിപ്രായം പറയാം. ഈ സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും മുസ്ലിം ലീഗിലുണ്ട്. എല്ലാ വിഭാഗങ്ങളുമായി എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എന്നുള്ളൊരു മാതൃക ബാഫിക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും ഞങ്ങൾ കാണിച്ചു തന്നാണ്. മനസ്സിലായോ? ബാഫിക്കത്തങ്ങൾ ആരോടൊപ്പമാണ്? കെ മൗലിയോടൊപ്പം ജീവിച്ചത്. അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ബാഫിക്കത്തങ്ങളുടെ ചരിത്രവും കെ മൗലിയുടെ ചരിത്രവും പഠിക്കുക. ഒരാൾ മുജാഹിദാണ്, സലഫിയാണ്. ബാഫിക്കത്തങ്ങൾ അഹ്ലുൽ സുന്നത്തിൽ ജമാഅയാണ്. എന്നാൽ അവർക്ക് യോജിപ്പിൻ്റെ വഴിയുണ്ടായിരുന്നു. മൊത്തം മുസ്ലിങ്ങളെയും നാടിനെയും ബാധിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആ രണ്ട് മഹാന്മാരായ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട്. തുറന്നു വന്ന പൂക്കോയത്തങ്ങൾക്കും NV അബ്ദുസ്സലാം മൗലവിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ആ ഊഷ്മളമായ ബന്ധം. ഹൈദരാബാദ് ആക്ഷന്റെ കാലത്ത് സകല മുസ്ലിം ലീഗ് നേതാക്കളെയും കൊണ്ടുപോയി തുറുങ്കിലടച്ചു. അതിൽ പരമസാത്വികന്മാരായ പാണക്കാട് പൂക്കോയത്തങ്ങളെയും NV അബ്ദുസ്സലാം മൗലവിനെയും പുലർച്ചയ്ക്ക് പോലീസ് പിടികൂടി കൊണ്ടുപോയി ജയിലിലടച്ചു. ജയിൽ നാളുകളിൽ എങ്ങനെ നിങ്ങൾ ജയിൽ നാളുകൾ ഇത്ര നാൾ കഴിച്ചു കൂട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ പറഞ്ഞു ഉത്തരം എന്താ അറിയോ? NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ പാരായണം ഉണ്ടാവും ജയിലിൽ. അത് കേട്ടിരിക്കും സമയം നാളുകളും പോയത് ഞാൻ അറിഞ്ഞില്ല. പാണക്കാട്ടേക്ക് NV അബ്ദുസ്സലാം മൗലവി വന്നാൽ അദ്ദേഹത്തെ ഇമാമായി നിർത്തും പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങൾക്കും NV അബ്ദുസ്സലാം മൗലവിക്കും മതപരമായ പല ഫിഖ്ഹ് വിഷയങ്ങളിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ യോജിക്കുന്ന മേഖലയുമുണ്ട്. മഹാനായ ശിഹാബ് തങ്ങളും അങ്ങനെയായിരുന്നു അല്ലേ? ഇന്നും തിരൂരങ്ങാടി യത്തീംഖാനൻ്റെ ഉള്ളിൽ മുജാഹിദിൻ്റെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് ആരാണെന്ന് ആ ശിലാഫലകം പോയി വായിച്ചാൽ അറിയാം. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളാ. ഇന്നത്തെ കാലത്തോ സാദിഖലി തങ്ങളെങ്ങാനും പോയി ഒരു മുജാഹിദ് പള്ളിക്ക് തറക്കല്ലിട്ടാൽ ഇസ്ലാം എന്ന് ഒരു പുറത്താക്കും അല്ലേ? ബാഫി തങ്ങളാ ചെയ്തത്. പൂക്കോയത്തങ്ങളുടെ പേരിലും പല ചരിത്രങ്ങളുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇന്നത്തെ KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദിയുടെ നേതൃത്വത്തിലുള്ള KNMകാരുടെ ഒരു കൂട്ടായ സംരംഭമാണ് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലുള്ള ഫാറൂഖ് ഹോസ്പിറ്റൽ. അത് തറക്കല്ലിട്ടതും അത് ഉദ്ഘാടനം ചെയ്തതും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്.
അതിൻ്റെ ഡയറക്ടർമാർ മുഴുവൻ മുജാഹിദുകളാണ്. നിങ്ങൾ ശിഹാബ് എന്ത് ചെയ്തു? മഹാനായ ഹൈദരലി ശിഹാബ് മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി മുജാഹിദ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. നിങ്ങൾക്കറിയത്? അപ്പോൾ ഹൈദരലി തങ്ങൾ വരെ വളരെ ഉഷാറായിരുന്നു. സാദിഖലി തങ്ങളോട് കൂടിയാണ്. നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അതൊക്കെയാണ് സൗഹൃദം. ഈ സമുദായം അത് ആഗ്രഹിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളത് അവിടെ നിൽക്കട്ടെ. അഭിപ്രായം ഐക്യമുള്ളിടത്ത് ഒരുമിച്ചിരിക്കുക. ഇന്നത്തെ കലുഷിതമായ സാഹചര്യത്തിൽ ഒന്ന് പൊട്ടിക്കരിയാനെങ്കിലും നമുക്കൊരു വേദി വേണ്ടേ? ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു വടി എടുത്തിട്ടാണ് അടിക്കുന്നത്. ഒരു പോത്തിനെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടുക. എന്നിട്ട് അടിക്കണതോ പോത്തിനെയാണെന്ന് പറയുക, അടികൊള്ളുന്നത് ചാത്തനും. മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇത് പോത്ത. അടികൊള്ളുന്ന മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാ. ഈ വെള്ളാപ്പള്ളി ഈ പറഞ്ഞ ഇവന്മാർ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടിയോ? എന്തൊക്കെ പച്ചക്ക് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുന്നു, മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നു, ഇല്ലേ? സഫക്കേറ്റിംഗ് മൂഡ്, വീർപ്പ് മുട്ടുന്ന അവസ്ഥയാണ് മുസ്ലിങ്ങളല്ലാത്തവർക്ക്, മലപ്പുറം ജില്ലയിലെ ഈഴവർക്ക്. ഏതോ ഒരു രാഷ്ട്രത്തിലെ പോലെ തോന്നുന്നു. റമദാൻ കാലത്ത് ഒരു തുള്ളി വെള്ളം, കുടിവെള്ളം പോലും ഇവിടെ കിട്ടില്ല. ഇതിനൊക്കെ ഇവർക്ക് വല്ല മറുപടി ഉണ്ടോ? മുണ്ടുണ്ടോ? പിന്നെന്താ പറഞ്ഞ, മുസ്ലിങ്ങളുടെ നേർച്ചകൾ പോലുള്ള ഉത്സവങ്ങളിൽ ഒരു ചെറിയ കട നടത്താനുള്ള അവകാശം പോലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് കിട്ടുന്നില്ല. വെള്ളപ്പള്ളി ചോദിക്കാൻ, ഈ നേർച്ച ഉത്സവമൊക്കെ നടത്തുന്നതൊക്കെ നിങ്ങൾ തന്നെയല്ലേ? ഒരു മറുപടി നിങ്ങൾ പറഞ്ഞോ? ഈ സമ്മേളനം നടത്തുന്നിടത്ത് നേർച്ച, അപ്പം തിരൂരായി സംസാരിക്കണത്. ഈ തിരൂർ നേർച്ച അവിടെ നടക്കണില്ലേ? മുസ്ലിങ്ങളില്ലാത്ത എത്ര കച്ചവടക്കാർ ജിലേബിയും ലഡുവൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്, ഇല്ലേ? കൊടുത്തോ നിങ്ങൾ മറുപടി? വെള്ളപ്പള്ളി പാണക്കാട്ടേക്ക് എന്താണ്, പാണക്കാട് തങ്ങന്മാരെ പുലഭ്യം പറയാൻ നടക്കുന്നല്ലാതെ ഈ വെള്ളാപ്പള്ളി എന്ന ഈ കൊടും വർഗീയവാദിക്ക് ഈ ഉമ്മർ മൊയിലേരെ തൊള്ളേന്ന് എന്ത് വന്നോ? വായിന്ന് മിണ്ടുന്നുണ്ടോ? പിന്നെന്തൊക്കെ പറഞ്ഞു കൂട്ടിയാള്? ഇതൊന്നും ഇവർക്ക് മിണ്ടാട്ടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ പറയിപ്പിക്കുക, സ്കൂൾ ഒന്നില്ല. മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരു സ്ഥാപനം പോലും, ഒരു ചെറിയ, ഇങ്ങനെ പറഞ്ഞ ചെറിയൊരു കൊച്ചു സ്കൂൾ പോലും തന്നില്ല. ഞാൻ മുഴുവൻ കണക്കുകൾ നിരത്തി ചാനലിൽ പോയി പറഞ്ഞു കൊടുത്തു. എണ്ണം മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ കേട്ടുപോരലല്ല, തിരിച്ചങ്ങോട്ട് ചോദിക്കണ്ടേ? നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായത് ജേർണലിസം പഠിച്ചിട്ടില്ലേ? എന്താ ജേർണലിസം കോഴ്സ്? അതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഉണ്ട്. തിരിച്ച് ചോദിക്കേണ്ട എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ? എണ്ണി നമുക്ക് പറഞ്ഞൂടെ? പെരിന്തൽമണ്ണയിൽ തന്നെ കിടക്കുക. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലത്ത് കൊടുത്തതാ. ശതാബ്ദി കോളേജ് SNDPക്ക് ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ 10 കൊല്ലമായല്ലോ പിണറായി അല്ലേ ഭരിക്കണേ, എന്തെങ്കിലും കിട്ടിയോ നമുക്ക്? കാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുക, സജി ചെറിയാനെ കൊണ്ട് പറയിപ്പിക്കുക. സജി ചെറിയാൻ പറഞ്ഞ മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആൾക്കാരുടെ പേര് നോക്കിയാൽ മതി. ഞാൻ ചോദിച്ചല്ലോ, കോട്ടയത്ത് ജയിച്ചവരെ പേര് പറയണ്ട, തോറ്റവന്റെ പേര് പറഞ്ഞാൽ അതിൽ മുസ്ലിം വിടുമെന്ന് നിശ്ചയം. തോറ്റവന്റെ പേരിൽ മുസ്ലിം ഇല്ല കോട്ടയത്ത്. ഇയാളെ സമുദായം തിങ്ങി താമസിക്കുന്ന പാല മുനിസിപ്പാലിറ്റിയിൽ ഒരു മുസ്ലിം ഉണ്ടോ? ഇയാളെ നാടായ ചെങ്ങന്നൂർ അവിടെ ഉണ്ടോ? പത്തനംതിട്ടയിലുണ്ടോ? അതൊന്നും പറയാത്തത് പറഞ്ഞാൽ പറയണെന്താ? വെള്ളാപ്പള്ളി ലീഗിനെ വിമർശിച്ചത് മുസ്ലിം സമുദായത്തെ എല്ലാം. മുസ്ലിം ലീഗാണല്ലോ ഇവിടുത്തെ തിരൂരിലെ നേർച്ച നടത്തണേ, അല്ലേ? ഒരു തുള്ളി വെള്ളം കിട്ടില്ല എത്രേ റമദാനിൽ. അതിന് കാരണം ആരെ? ലീഗാ? എന്തൊരു വർത്താനം അത്! പിന്നെ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടിയത്? പിന്നെ ഇയാൾ പുതിയൊരു മുന്നണി ഉണ്ടാക്കിയല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളത് മാറ്റി നസ്രാണി എന്നാക്കി.
മുസ്ലിം സമുദായത്തെ പേടിയാണ്. ഇയാൾ വായിന്ന് പറഞ്ഞതാ. മുസ്ലിം ലീഗിനെ പേടിയാണെന്നല്ല പറഞ്ഞത്, മുസ്ലിം സമുദായത്തെ പേടിയാണ്. എന്നിട്ടും ഈ CPI നേതാക്കളോടും മറ്റും ചോദിച്ചാലോ, ലീഗിനെയാണ് പറഞ്ഞത്. മുസ്ലിം സമുദായത്തെ പേടിയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പേടിയാണ് എന്ന രീതിയിലാണ് നമ്മൾ കേൾക്കേണ്ടത്. പല വാദപ്രകാരം ഞാനതൊക്കെ പറഞ്ഞതറിയോ. ഇതൊക്കെ പറയുമ്പോഴും ഈ മൗലവിമാർക്കൊന്നും ഇവർക്കെതിരെ ഉണ്ടാനില്ലല്ലോ. ഇവിടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്, ഇവിടെ കളിക്കുകയാണ്. നല്ല രീതിയിൽ പോകുന്ന മദ്രസയും സംവിധാനവും ഒക്കെ ഉള്ള സ്ഥാപനം അല്ലേ. ഒരു CIC അതൊരു വിദ്യാഭ്യാസ ഒരു സംവിധാനമാണ്. സമസ്തയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പരിഹാര ശ്രമങ്ങൾക്ക് നിരവധി വട്ടം പല ചർച്ചകളും നടന്നു. അവസാനം സമസ്തൻ്റെ ആവശ്യമായിരുന്നു അതിൻ്റെ സെക്രട്ടറി ആദിർശ്ശേരി ഉസ്താദ്, അദ്ദേഹത്തെ ആ പദവിയിൽ മാറ്റണം. സാദിഖലി തങ്ങളെ മുമ്പിൽ വെച്ച ഒരു നിർദ്ദേശമാണ്. സാദിഖലി തങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് സമസ്തയുടെ ആവശ്യം നടപ്പിലാക്കി കൊടുത്തു. അദ്ദേഹത്തോട് രാജിവെപ്പിച്ചു. പകരം ആരാക്കണം, പകരം സെക്രട്ടറി ആരാകണമെന്നത് സാദിഖലി തങ്ങളെ ചുമതലപ്പെടുത്തി സമസ്ത മുശാവറ. ഈ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബയ്യത്ത് ചെയ്യാന്നാണ്. സുന്നി ആശയപ്രകാരം ഒരാളെ കാളിയായി നമ്മൾ ബയ്യത്ത് ചെയ്താൽ പിന്നെ ആ കാളി പറയുന്നത് അനുസരിക്കൽ നമ്മളെ ബാധ്യതയാണ്. കാളി മാസം കണ്ടു എന്ന് പറഞ്ഞാൽ തെളിവ് വയ്ക്കലല്ല, അന്നേരം നോമ്പ് വെക്കുക, പെരുന്നാൾ വയ്ക്കുക. ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ അംഗവുമായ ബഹുമാനപ്പെട്ട MC മായിനാജ് ഒരു കാലഘട്ടത്തിൽ ഒരു പെരുന്നാൾ കാന്തപുര വിഭാഗം സമസ്തയും നമ്മുടെ സമസ്തയും പെരുന്നാൾ 2 ദിവസമായി നടത്തി. വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് ഈ MC മായിനാജി നല്ലളം ജുമയത്ത് പള്ളിൻ്റെ പ്രസിഡന്റാണ്. നല്ലളം ജുമയത്ത് പള്ളി എന്ന് പറഞ്ഞാൽ ബേപ്പൂർ മഹല്ല് ഖാദിക്ക് കീഴിലാണ്. ബേപ്പൂർ മഹല്ലിലെ ഖാദി കാന്തപുര വിഭാഗക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മായിനാജി സമസ്തൻ്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലുണ്ട്, ലീഗുമാണ്. പാണക്കാട് തങ്ങൾ പറഞ്ഞ ദിവസം പെരുന്നാൾ കഴിക്കാൻ മൂപ്പർക്ക് കഴിയില്ല. മൂപ്പര് ബയ്യത്ത് ചെയ്ത ഖാദി ബേപ്പൂർ ഖാദിയാണ്. ആ ഖാദി കാന്തപുരക്കാരനാണ്. മൂപ്പര് കുടുങ്ങി. മൂപ്പർക്കാകട്ടെ മൂപ്പര പ്രസ്ഥാനവും സമസ്തയും പാണക്കാട് തങ്ങന്മാരും ഈ എല്ലാ ഉസ്താദുമാരും പെരുന്നാൾ ആഘോഷിക്കണമെന്ന് തനിക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല എന്നത് മായനാജിക്ക് ഭയങ്കര പ്രയാസം. അദ്ദേഹം നേരെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത് പോയി. തങ്ങളെ എനിക്ക് ഇതൊന്ന് ഒഴിവാക്കണം, തങ്ങൾ പറഞ്ഞ ദിവസം പെരുന്നാൾ കഴിക്കണം, എനിക്കൊരു ആഗ്രഹമുണ്ട്, പറ്റുമോ ചോദിച്ചു. ശിഹാബ് തങ്ങൾ പറഞ്ഞു, മായനാജി നിങ്ങളെ കാലി ആരാന്ന് ചോദിച്ചു. കാലി. ആ കാലി പറഞ്ഞ അനുസരിക്കൽ നിർബന്ധമാണ്. ഇസ്ലാമിൽ അതല്ല, ദീനിൽ നിന്ന് പുറത്തു പോകുന്നത്. കാലിയെ ധിക്കരിച്ചാൽ നിങ്ങൾ എന്താവും? മുർത്തതായി പോകുന്നത്. എന്നിട്ടും മായനാജി വിട്ടില്ല. എന്തെങ്കിലും മസകളുണ്ടോ നോക്കാൻ വേണ്ടി മടങ്ങി വരുന്ന വഴി കൊണ്ടോട്ടി സൈനുദ്ദീൻ മുസ്ലിയാരെടുത്ത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെടുത്ത് പോയി. മൂപ്പരോട് ചോദിച്ചു, എന്തെങ്കിലും അതിന് ഒഴിവാകാനുള്ള മാർഗമുണ്ടോ? ചെറുശ്ശേരി ഉസ്താദും പറഞ്ഞു, കാളി പറഞ്ഞത് കേൾക്കൽ അനുസരിക്കൽ നിർബന്ധ. അന്ന് തെറ്റായ ദിവസമാണെങ്കിൽ അത് കാളി അള്ളിയും തമ്മിൽ ആയിക്കോളും. അപ്പൊ ഇസ്ലാമിൽ ഒരാളെ നമ്മൾ ബയ്യത്ത് ചെയ്താൽ ആ ബയ്യത്ത് ചെയ്ത വ്യക്തി എടുക്കുന്ന തീരുമാനം എന്തായാലും അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇസ്ലാമിക വിശ്വാസം അങ്ങനെയാണ്, സുന്നി ആശയം പ്രത്യേകിച്ചും അങ്ങനെയാണ്. അത് പ്രകാരം CICയുടെ സെക്രട്ടറിയെ മാറ്റാൻ പറഞ്ഞു, മാറ്റി. പകരം ആളെ തിരഞ്ഞെടുക്കാൻ സാദിഖലി തങ്ങളെ ചുമതലപ്പെടുത്തി ബയ്യത്ത് ചെയ്തു. ബയ്യത്ത് ചെയ്തപ്പോൾ എന്താ ചെയ്ത്? നേരെ അബ്ബാസത്ത് അലി തങ്ങളെയും കൂട്ടി മഹാനായ ആലിക്കുട്ടി, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് പോയി. പകരക്കാരൻ നിയമിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനോട്
ഒരു കൂടിയാലോചന നടത്തണം എന്ന് മനസ്സ് മന്ത്രിച്ചു. അതിന് വന്നതാണ്. ആരെയാണ് പകരം ഞാൻ ആക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് ഒരു പേര് നിർദ്ദേശിച്ചു. ആ നിലവിൽ അതിലുള്ള ഒരു ഭാരവാഹിയായ ഒരു വ്യക്തിയെ, അത് ആലിക്കുട്ടി മുസ്ലിയാരുടെ മരുമകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എന്തെങ്കിലും ഉണ്ടിയോ? അംഗീകരിച്ചു. കാരണം ജിഫ്രി തങ്ങൾക്കറിയാം, ഒരാളെ ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ തന്നെ സമസ്ത പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ആലോചിച്ച് തീരുമാനമെടുക്കാൻ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയത് എന്ന് എഴുതി വെക്കണം. അതല്ല ചെയ്തത്. എന്നിട്ടും തന്നെ ചുമതലപ്പെടുത്തിയിട്ടും സാദിഖ് അലി തങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കല്ലേ ചെയ്തത്. സഹോദരനെ കുട്ടി ആലിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പെരിന്തൽമണ്ണയിലേക്ക് അങ്ങോട്ട് പോയി കൂടിയാലോചന നടത്തിയാണ് ആളെ പ്രഖ്യാപിച്ചത്. ആ തങ്ങളുടെ തീരുമാനത്തെ വിമർശിച്ച് സമസ്ത രംഗത്ത് വന്നിട്ടില്ല. അതിൻ്റെ മുഷാവറ അംഗങ്ങൾ രംഗത്ത് വന്നില്ല. വന്നത് ആരാണ്? ഒരു ഹമീദ് ഫൈസി അമ്പലക്കടവ് വന്നു, മൂർഖനെ മാറ്റി കരിമൂർഖനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഹമീദ് ഫൈസി വന്നു. ഒരാളെ ചുമതലപ്പെടുത്തിയാൽ ബയ്യത്ത് ചെയ്താൽ അത് അനുസരിക്കൽ ഒരു സുന്നിക്ക്, ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. അത് ലംഘിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വന്നപ്പോൾ ഇയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ? ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു വിദ്യാഭ്യാസ സംവിധാനം, ഈ വഫിയ എന്ന സംവിധാനം 4 വർഷത്തേക്കുള്ള ഒരു കരാറുണ്ട് കുട്ടികളുമായിട്ട്. ഈ 4 വർഷത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസും സ്കൂൾ ഫീസും ഒക്കെ ഒരുമിച്ച് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്, മാനേജ്മെന്റുകളുണ്ട്. തീവണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയേക്കാൻ പറയാൻ പറ്റുമോ? കാരണം ഈ കുട്ടികൾ നാളെ കോടതിയിൽ പോയാൽ എന്ത് സംഭവിക്കും? 4 വർഷത്തേക്കാണ് ഞങ്ങൾ ഈ കോഴ്സ് പഠിക്കാനായി കരാറിൽ ഒപ്പിട്ടത്, അതിനുള്ള ഫീസും കൊടുത്തിന്. എന്നാൽ വഴിയിൽ വെച്ച് ഈ സ്ഥാപനം ഇതാ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കിയിട്ടാണ് സാദിഖ് അലി തങ്ങൾ ഇതിനെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു. പരമാവധി സമസ്തയുടെ ആവശ്യം അംഗീകരിച്ച് അദ്ദേഹത്തെ മാറ്റി, ശേഷം പകരം ആളെ വെച്ചു. അതിനുശേഷം സമസ്ത തന്നെ ഒരു തീരുമാനമെടുത്തു, CIC-യുമായി ഇനി ഒരു ബന്ധവുമില്ല, വേറെ വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഒരു സംഘടനത്തിനോ ഒരു പ്രശ്നത്തിനും ഒന്നും പോവാതെ CIC അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി സമസ്ത ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനത്തിലൊന്നും ഇനി CIC വേണ്ട എന്നിട്ട് പറഞ്ഞ് വേറൊരു സംവിധാനം ഉണ്ടാക്കി. സ്വാഭാവികമായും അതിന് കാലാവധി കഴിഞ്ഞാൽ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് ഒരാൾക്ക് ചുമതല കൊടുത്തു. സ്വാഭാവികമായിട്ടും അതിനൊരു ജനറൽ സെക്രട്ടറി വേണം. അതിൻ്റെ സിൻഡിക്കേറ്റ് യോഗം കൂടി ഈ ഹക്കീം ഫൈസിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. അതെങ്ങനെ തിരഞ്ഞെടുത്താളാണ് ചോദ്യം. സമസ്തയുമായി അതിനൊരു ബന്ധമില്ലല്ലോ, അതുമായുള്ള എല്ലാ ബന്ധവും സമസ്ത ഒഴിവാക്കിയല്ലോ. പിന്നെ അതിൻ്റെ സെക്രട്ടറി ആരായാലും എന്താ, അതിൽ പോയി ഇടപെടേണ്ട ആവശ്യമുള്ള സമസ്തൻ്റെ കീഴിൽ പുതിയ വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവന്നു, അതുമായി മുന്നോട്ട് പോവുക. മറ്റേതുമായുള്ള ബന്ധം നേരത്തെ മാറ്റാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഹക്കീം ഫൈസിനെ? സമസ്തയുടെ കീഴിലാണ് ഈ വഫിയ വിദ്യാഭ്യാസ സംവിധാനം. അതാണ് സമസ്തയുമായി ഇടഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയെ സമസ്തയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി നിൽക്കാൻ പാടില്ല. സമസ്ത പറഞ്ഞതിന് ന്യായമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നീട് സമസ്ത വിദ്യാഭ്യാസ സംവിധാനത്തിനെ തള്ളിപ്പറഞ്ഞ് വേറെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി. അപ്പൊ തള്ളിപ്പറഞ്ഞാലും അവർക്ക് കുട്ടികളുമായുള്ള ഒരു ദീർഘകാല കരാറാണ്, വഴിയിൽ വെച്ച് അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് പറ്റിയ ഒരാളെ സെക്രട്ടറിയാക്കിയത് ആര് എന്നത് വിഷയമല്ല. എന്നിട്ട് അതും ഇങ്ങനെ ചോദ്യം ചോദിക്കുക, എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയ സമസ്ത ഉണ്ടാക്കിയ പുതിയ വിദ്യാഭ്യാസ സംവിധാനം എന്താണോ അതുമായി മുന്നോട്ട് പോവുക, അത് വിജയിപ്പിക്കുക, അതിലേക്ക് പരമാവധി ആളുകൾ കൊണ്ടുവരിക. മറ്റുള്ള സംവിധാനങ്ങൾ, അതായത് എത്ര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ പോയി സാദിഖ് അലി തങ്ങളെ ഈ ആളുകൾക്ക് സമുദായത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടത്. തങ്ങൾ അങ്ങനെ ചെയ്തു, തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും? വിദ്യാർത്ഥികളുമായി 4 വർഷക്കാലത്തെ കരാർ ഒപ്പിട്ട ഒരു സംവിധാനത്തെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും?
നിർത്തിവെക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എത്ര 1-2 വിദ്യാർത്ഥികളാണ്, 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ്. അതിലൊക്കെ ചെയ്യാവുന്ന സംയമനം, പരമാവധി വിഷയം തീർക്കാൻ എത്ര സമയങ്ങളാണ് ഇവരൊക്കെ ചെലവഴിച്ചത്? എന്നിട്ടും എല്ലായിടത്തും ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം സമുദായത്തെ ആരെങ്കിലും തെറി പറഞ്ഞാൽ അതൊന്നും ഇവർക്ക് വിഷയമല്ല, അതൊക്കെ ലീഗിനെതിരാണെന്ന് പറഞ്ഞു ഒഴിയുക. ഇവരൊക്കെ ഉണ്ടാക്കി തന്ന ഒരുപാട് മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ട്, അത് മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെ ചരിത്രം തന്നെ അതാണ്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. അതൊക്കെ നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും ഐക്യപ്പെട്ട് നിൽക്കണം. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ റമദാനിൽ ഒരു ഇഫ്താർ വിരുന്ന് നടത്തി. മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനയും വിളിച്ചു, പൗരപ്രമുഖരെ വിളിച്ചു, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിളിച്ചു. എല്ലാവരും വന്നിരുന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ വരെ പങ്കെടുത്തു. ജമാഅത്ത് അമീർ ഉണ്ടായതുകൊണ്ട് ഞങ്ങളില്ലാന്ന് ഇവരാരെ പറഞ്ഞു? അവരവരുടേതായ ഒരു സംഘടനയാണ്. അവരെത്ര പേരുണ്ടെന്ന് നമുക്കറിയാം. മതഭീകരവാദികൾ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെടുത്തണം, പാലൊളി കമ്മിറ്റിയിൽ എടുത്തണം, ഹജ്ജ് കമ്മിറ്റിയിൽ എടുത്തണം. 40 വർഷം CPM-ഉമായിട്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അന്നൊന്നും ജമാഅത്തെ ഇസ്ലാമിയിൽ ഇവരാരൊന്നും കണ്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഐഡിയോളജിക്കലായിട്ട് മുസ്ലിം ലീഗും തമ്മിൽ 2 സംവിധാനങ്ങളാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ദർശനത്തെ ഉൾക്കൊള്ളാത്തവരാ. അവരുടെ മതരാഷ്ട്രവാദം എതിർക്കേണ്ട അതൊന്നുമല്ല. ഹുക്കൂമത്തെ ഇലാഹി, ഇലാഹിന്റെ ഭരണം. ഹുക്കൂമത്തെ ഇലാഹി ഫിൽ ഹിന്ദ് എന്നുണ്ടോ? ഇല്ല. ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ സംസ്ഥാപനം. ഇഖാമത്തുദ്ദീൻ ഫിൽ ഹിന്ദ് എന്നുണ്ടോ? ഇല്ല. ഇത് ആഗോള വീക്ഷണം. അവരെ ഇന്ത്യ മതരാഷ്ട്രവാദം ആക്കുക എന്നതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. ലോകത്ത് ഇലാഹിന്റെ ഭരണം, ദീനിന്റെ സംസ്ഥാപനം. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ നിയമനിർമ്മാണവുമാണ് ലോകത്തുണ്ടാവേണ്ടത്. മദീനയിലുണ്ടായ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് 15% മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. 85% മുസ്ലിങ്ങൾ അല്ലാത്തവർ. ആ 85%-നും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു പ്രവാചകൻ കാഴ്ചവെച്ചത്. അതാണ് ഞങ്ങളുടെ സ്വപ്നം എന്നാണ് ജമാഅത്ത് പറഞ്ഞത്. അല്ല ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാന്നല്ല. എന്നാൽ ജമാഅത്തിനെ വിമർശിക്കേണ്ടത് എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് തന്ന സ്വാതന്ത്ര്യം ആ പൗരനെ നിഷേധിച്ച സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ആ പ്രസ്ഥാനം കൊടുത്തിട്ടില്ല. അതൊരു കഠിന തെറ്റാണ്. മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ടവർക്ക് ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ അവകാശമില്ല. ഞങ്ങളും അവരും തമ്മിലുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം അത് തന്നെയാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് രാജ്യത്തിന്റെ ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലേ? ഇഷ്ടമുള്ള മതത്തിൽ, ഇഷ്ടമുള്ള സംഘടനയിൽ, ഇഷ്ടമുള്ള ആശയത്തിൽ ചേർന്ന് രാഷ്ട്ര നൈതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഉള്ള ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഒരു മുസൽമാന്റെ സ്വാതന്ത്ര്യം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ അനുയായികൾക്ക് നിഷേധിക്കുകയാണ്. അവസാനം രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന നിലയ്ക്ക് ഇടപെട്ടാൽ അതിനേക്കാൾ നല്ലത് രാഷ്ട്രീയത്തിൽ പങ്കാളികളാകലാണെന്നുള്ള തിരിച്ചറിവിലാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ എന്നെ ഒരു സംഘടന ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത്. എന്നാൽ ആ വെൽഫെയർ പാർട്ടിയിൽ ചേരാൻ ജമാഅത്ത് ഇസ്ലാമി ആകണോ? ആകണ്ട. ജമാഅത്തെ ഇസ്ലാമിയിൽ ഏത് സമുദായക്കാരനും ചേരാം. അല്ല, വെൽഫെയർ പാർട്ടിയിൽ ഏത് ജമാഅത്തുകാരനും ഏത് മതക്കാരനും ചേരാം. അങ്ങനത്തെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട പലരും അവരിലുണ്ട്. പിന്നെ അവരെ പേരും പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങൾ എപ്പോഴാണ് വന്നിട്ടുണ്ടായത്? ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമി ലീഗ് കൂട്ടുകെട്ട് എന്താ അഭിപ്രായം? അങ്ങനെ കൂട്ടുകെട്ടി ഉണ്ടാക്കിയതായി എൻ്റെ അറിവിലില്ല. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത മറുപടിയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താ പറഞ്ഞത്?
വെൽഫെയർ പാർട്ടിയിൽ കൂടാതിരിക്കെ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളാണ്, സമസ്ത കയ്യിലൊന്നും പറയാനില്ല. പക്ഷെ ഇയാൾ വിടില്ല. ഈ ഉമ്മർ മൊയ്ലാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിന് പ്രസിഡന്റ് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങേപ്പനും പറയാൻ പാടുണ്ടോ? CPM ഇത് പറയുന്നതിന് ഉദ്ദേശം വേറെയാണ്. ഇപ്പൊ SNDP ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിന്റെ പേരാണ് BDJS അല്ലേ? ഈ BDJS കുറിച്ച് അത് BJPന്റെ മുന്നണിയില. അത് മാതിരിയാണോ BJPന്റെ മുന്നണി? അപ്പൊ ഈ ഒരു ജമായത്തിന്റെ വലിയൊരു എന്തുണ്ടാക്കുക? ജമായത്ത് ഇതുകൊണ്ട് ആർക്കാണ് ജമായത്ത് എന്താണെന്ന് ആളുകൾ പഠിക്കാൻ തുടങ്ങി. ജമായത്തിനാണ് ചുളിവിൽ ഇതിന്റെ എല്ലാവിധ എന്തും കിട്ടുന്നത്. ദിവസം നേരം വെളുത്താൽ ആയിരക്കണക്കിന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ആൾക്കാരെ വിചാരം എന്താ? ഒരു വലിയ ഭീകരവാദികളാണ്. എന്നെയൊക്കെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പലരും വിളിച്ച് ചോദിക്കുക, ക്രിസ്ത്യൻ ഹിന്ദു സുഹൃത്തുക്കളും, ഇവര് കരാട്ട പഠിച്ചവരാണോ? ഇവർ അരയിൽ എപ്പോഴും കത്തിയുണ്ടോ? നമുക്ക് നമ്മളെ നാട്ടിലെ ജമാഅത്തുകാരനെ കുറിച്ച് അറിയില്ല. എൻ്റെ നാട്ടിൽ ആകെ എണ്ണിയാൽ തന്നെ 3-4 ഉള്ളത്, ആകെ ഉള്ളത്. പക്ഷെ ആ 4 ആൾക്കാർക്കും ഈ ഉറുമ്പുകൾ പോണ വരിക, ഓൾക്ക് തമ്മിലുള്ള സാഹോദര്യം വലുതായിരിക്കും. എവിടെങ്കിലും ഒച്ചും ബഹളം കെട്ടാൽ അവിടെ ഓല് നിൽക്കൂല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഇവരെ പിടിച്ചണോ? ഇല്ല. ഏതെങ്കിലും ഒരു കലാപത്തിൽ പ്രതിപട്ടികയിൽ ഇവർ വന്നണോ? എവിടെയും വരാത്തൊരു സംഘടന. ആ സംഘടന ഇങ്ങനെ പറയണത് എന്താണ്? അതിന് തലക്കൽ ഇസ്ലാമി എന്നുണ്ടായതുകൊണ്ട് മനസ്സിലാക്കണം. അതിന് ഏതൊക്കെ ജമാഅത്ത് എന്ന് ആർക്കും തിരിയില്ല. ബാലം പറഞ്ഞത് വേറെ കോലത്തിൽ കേൾക്കാണ്. UDF വന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. ആലോചിക്കണമെങ്കിൽ അതിൻ്റെ ഒരു തീഷ്ണത. അപ്പൊ എന്തിന് ഈ ഭീതി ഉണ്ടാക്കാണ്? ഈ ഇസ്ലാം ഭീതി ഉണ്ടാക്കുകയാണ്. ഈ ഭീതി ഉണ്ടാക്കുന്ന ആളുകളുടെ ചട്ടകമായി നിൽക്കുകയാണ്. ഇപ്പൊ എന്താ മുസ്ലിം ലീഗിന്റെ വിജയം? ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള പാർട്ടി കേരളത്തിൽ മുസ്ലിം ലീഗാണ്. മത്സരിച്ച സീറ്റുകൾ അതിലെത്രണ്ണം വിജയിച്ചു? അതിന് ആനുപാതികം നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള പ്രസ്ഥാനം മുസ്ലിം ലീഗാവുന്നു. മുസ്ലിം ലീഗിനെ ഇങ്ങനെ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത് ആരാ? അതിന് നേതൃത്വം കൊടുത്തത് ആരാ? അത് പാണക്കാട് കുടുംബമാണ്. അത് മനസ്സിലാക്കണം. ഇനിയും വളരും. മറ്റു ഇതര സമുദായങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകുകയാണ് നമ്മുടെ പാർട്ടിയിലേക്ക്. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അതിപ്രഗത്ഭരായ നായർ സമൂഹത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നെ വിളിച്ചിരിക്കുക. ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ. കാപട്യമില്ലാത്ത മതേതരത്വമാണ് നിങ്ങൾക്കുള്ളത്. മുസ്ലിം സമുദായത്തിൻ്റെ പേര് അവിടെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ മതേതരമായ ആളുകളെ ഉൾക്കൊള്ളാം, പ്രവർത്തിക്കാം എന്ന് കാണിച്ചു തന്ന പ്രസ്ഥാനമാണ് നിങ്ങളുടെ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ നാളെ നിങ്ങളാണ്ട് വിളിക്കാം, എല്ലാം അങ്ങോട്ട് വരാറ്. തെക്കൻ മേഖലയിൽ ആകെ ഇളക്ക. എന്തായാലും കാരണം ഞങ്ങളെ രീതികളാണിത്. കാലങ്ങളായി ഞങ്ങൾ അനുവർത്തിച്ച രീതികളാണ്, ഞങ്ങളെ സമീപനങ്ങളാണ്, ഞങ്ങളെ സൂക്ഷ്മതയാണ്. ഞങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ഒരു വിജയം ഇവിടെ ഉണ്ടാവുമെന്ന ഭയപ്പാടിൽ നിന്നാണ് ഇവർ ഈ ഉമ്മർ മൊയ്ലാനെ പോലുള്ള മുസ്ലിയാരെ പോലുള്ള ആളുകളെ, ഉമ്മർ ഫൈസിയെ പോലുള്ള ആളുകളെ ഇറക്കി വിട്ടത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയാൽ പെട്ടെന്നാണ്ട് പാണക്കാട് കുടുംബത്തിന്റെ മുഖം വികൃതമാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഖാക്കൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അയാൾ സമസ്തന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്, മനസ്സിലാക്കണം. മിച്ചറിൽ നിന്ന് കടല പെറുക്കിയെടുക്കുന്ന അരി അത്തരക്കാരെ പെറുക്കിയെടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരല്ല ഞങ്ങൾ. ഒരു ക്ഷമയുണ്ട്. അതുകൊണ്ട് അടങ്ങി നിൽക്കുകയാണ് ഇത്തരക്കാർക്ക് നല്ലത്. മുസ്ലിം ലീഗ് അതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിൽ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തകർ മാത്രമല്ല, മുജാഹിദിൻ്റെ ആളുകൾ, തബ്ലീഗിൻ്റെ ആളുകൾ, മറ്റു മതവിഭാഗങ്ങൾ ഒക്കെ ലീഗിലുണ്ട്. പക്ഷെ സമസ്തയും ലീഗും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട്. അത് രണ്ടിനെയും നയിച്ചത്, ആ രണ്ട് പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിന്നത് മഹാന്മാരായ തങ്ങന്മാരാണ്. ആ തങ്ങന്മാർ നയിച്ച പാതയിൽ തന്നെയാണ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും. ഇപ്പോൾ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സുന്നി ഐക്യം. ആദ്യം നിങ്ങളുടെ മനസ്സിലാണ് ഐക്യം വേണ്ടത്. മനുഷ്യർക്കിടയിലാണ് ഐക്യം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നി ആശയക്കാരാണ്. സമസ്ത സുന്നിയാണ്. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരേ ആശയമല്ലേ? രണ്ട് സംഘടനയായി നിൽക്കുന്നു. രണ്ട് സംഘടനയും തമ്മിൽ നല്ല സൗഹൃദം. അത്തരത്തിൽ എല്ലാവർക്കും നല്ല സൗഹൃദമാകാം. ലയനത്തെക്കാൾ വലുതാണ് സൗഹൃദം, മാന്യമായ സൗഹൃദം. 89 കഥ പലരും പറയുന്നുണ്ട്. അന്ന് പുലരാനിടയ കഥ. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ മതസംഘടനക്കും ഓരോരോ കാലങ്ങളിൽ ഓരോരോ നയം ഉണ്ടാവും. 67 തൊട്ട് 69 വരെയുള്ള കാലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്ന് പ്രസംഗിച്ചത് 2026 പ്രസംഗിക്കാൻ കഴിയില്ല. അന്നത്തെ രാഷ്ട്രീയം വേറെയാണ്. 60കളിലെയും 70കളിലെയും രാഷ്ട്രീയം 2020കളിലും 25ലും പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണം കോഴിക്കോട്ടുണ്ടാവും. പഴയ KPCCയുടെ പ്രസിഡന്റാ. CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണ പ്രഭാഷണത്തിന് ഏത് കോൺഗ്രസ് നേതാവ് വന്നാലും ലീഗിനെ വിമർശിക്കും. കാരണം എന്താ? CK ഗോവിന്ദൻ നായർ ജീവിതത്തിലുടനീളം ലീഗുമായി കലഹിച്ച ആളാണ്. അപ്പോൾ CK ഗോവിന്ദൻ നായരെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലീഗ് വിരുദ്ധ സമ്മേളനമായി മാറും. 89 കഥ പറയാൻ പറ്റിയ സമയമാണ് അല്ല. മാറിയ കാലത്ത് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. 89 കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷയല്ല ഇന്നത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടേത്. എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ യാത്ര. ആ യാത്രയിൽ ഖലീൽ ബുഹാരി തങ്ങൾ യാത്രയുടെ തലേ ദിവസം എല്ലാ ജില്ലയിലും വാർത്താ സമ്മേളനം നടത്തി. ആ ജില്ലയിലെ മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും. ഒരു മുസ്ലിം മതസംഘടന നടത്തിയ യാത്രയിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ പ്രായോഗികപരമായ പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചാണ് 14 ജില്ലയെയും പഠിച്ചാൽ പോയത്. നല്ല കാര്യമല്ലത്? വളരെ നല്ല മാറ്റമല്ലത്? ഒരു മുസ്ലിം മതസംഘടന സമൂഹത്തിലെ മനുഷ്യരിലെ എല്ലാ വിഭാഗവും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഫലപ്രദമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചു വരുത്തുന്നു. അവരുമായി സൗഹൃദം ഉണ്ടാക്കുന്നു. ആരെയും പുറത്തു നിർത്തുന്നില്ല. അത്തരത്തിൽ ആശയമായി വരുമ്പോൾ ആ ആശയത്തോട് അതൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അസ്ഹരി CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെയ്ത സംഭാവനകളെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ അസ്ഹരി എന്ന മനുഷ്യന് CHനെ കുറിച്ച് പഠിച്ചില്ല. ആ പഠിക്കാത്തത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ്. അവിടെ CHന്റെ സംഭാവനകളെ എണ്ണി പറഞ്ഞുകൊണ്ട് അസ്ഹരിക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞു. അത് നാളെയും പറയും. യോജിപ്പുള്ളിടത്ത് യോജിച്ച് നിൽക്കും. മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാക്കിയതാണ്. മുജാഹിദും ജമായത്തും തബ്ലീഗും MESഉം MSSഉം മെക്കോയും മെക്കയും എല്ലാം അടങ്ങുന്ന മുസ്ലിം പൊതുവേദി ഉണ്ടാക്കിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാ. നിങ്ങളെ അഭിപ്രായം? ശിഹാബ് തങ്ങൾ മഹാനാണെന്നാണല്ലോ നിങ്ങൾ പറയണേ. സാദിഖലി തങ്ങളിലാണ് കുഴപ്പമെന്ന് പറയണം. അങ്ങനെയാണ് ശിഹാബ് തങ്ങൾ എന്തിനാ ഇതുണ്ടാക്കിയത്? എല്ലാവരും പാണക്കാട് കുടുംബം വിളിച്ച എല്ലാ സമുദായ സംഘടനകളും വരുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ റമദാൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗിൽ വിളിച്ച മുസ്ലിം പൊതുവേദി യോഗം. ജമാഅത്ത് അമീർ അവിടെ ഉണ്ട്. കാന്തപുരം വിഭാഗത്തിൻ്റെ ചുള്ളിക്കോട് ഉസ്താദാ വന്നത്. അദ്ദേഹം ആരാ? ഹജ്ജ് കമ്മിറ്റിൻ്റെ ചെയർമാനാ. ഈ ഉമർ ഫൈസിനെ പോലെ പൊട്ടത്തരം പറയേണ്ട അയാൾ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ ചുള്ളിക്കോട് ഉസ്താദിൻ്റെ വിവരം. അതിന് ചുള്ളിക്കോട് ഉസ്താദിന് ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും LLB മാത്രമേ LLMും കഴിഞ്ഞ് ഇനി എന്തൊക്കെ എടുക്കാണ്ട് നോക്കിയെടുക്കുക അയാൾ. ആ വിദ്യാഭ്യാസത്തിന് ഗുണമാണ്. നോക്കി അയാൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ഇടതുപക്ഷം കൊടുത്ത ഗിഫ്റ്റാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. പക്ഷേ എന്തൊക്കെ പദവി അവർ കൊടുത്തിട്ടും ഈ കമ്മ്യൂണിസ്റ്റുകാരെ സഹായിക്കുന്ന അല്ല അവരെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞോ? അയാളെ കണ്ടുപഠിക്കണം. മുസ്ലിം ലീഗ് എവിടെ വിളിച്ചാലും എന്ത് പരിപാടിക്കും അദ്ദേഹം വരും. ജമാഅത്തെ ഇസ്ലാമിയിൽ അമീറുണ്ട് വിചാരിച്ച അയാൾ ഓടിപ്പോയോ?
ഇല്ലല്ലോ. ഇതൊക്കെ എത്രയോ കാലമായി നടക്കുക. അതാ നമ്മൾ മനസ്സിലാക്കണത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെയും വെൽഫെയർ പാർട്ടിൻ്റെ ആഫീസിൽ പോയി ഇരിക്കുന്നു തമിഴ്നാട്ടിലെ MP, രാജസ്ഥാനിലെ MP. വോട്ട് ചെയ്തതിന് ജയിച്ചതിന് ശേഷം വെൽഫെയർ പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും വോട്ട് ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞ് രാജസ്ഥാനിലെ MP-യും തമിഴ്നാട്ടിലെ MP-യും CPM-ൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമില്ല. ചോദിച്ചാൽ ചിലർ പറയും കേൾക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇവർക്കത് മനസ്സിലാവില്ല. ഇവിടെ ഞമ്മക്കിട്ട് പണി തരികയാണ്. എങ്ങനെയുണ്ട്? ഇവിടെ ചരിത്രം പറഞ്ഞാൽ പലതും പറയാനുണ്ട്. അത് പറയേണ്ടവരോട് മുഖത്ത് നോക്കി ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുസ്ലിം സമുദായം ഒന്നും അനാവശ്യമായി കവർന്നെടുത്തിട്ടില്ല. എല്ലാം മുസ്ലിം കൊണ്ടുപോകുന്നു വെള്ളാപ്പള്ളിയും കൂട്ടരും പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒക്കെ മുസ്ലിം ലീഗ് തട്ടിയെടുക്കുന്നു. എന്താ തട്ടിയെടുത്ത്? സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് ഞാൻ വെല്ലുവിളിച്ചു. NSS-ന്റെ സ്ഥാപനങ്ങൾ, SNDP-ന്റെ സ്ഥാപനങ്ങൾ, ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനങ്ങൾ ഒക്കെ എടുത്തു നോക്കുക. 1927 ബ്രിട്ടീഷ് ലീസ് എഗ്രിമെന്റ് പ്രകാരമാണ് ക്രിസ്ത്യൻ സഭകളുടെ പല സ്ഥലങ്ങളും. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ്സ് കോളേജ് ബാംഗ്ലൂർ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിലാണ്. ഒക്കെ ബ്രിട്ടീഷുകാരെടുത്ത് ലീസിന് വാങ്ങിയതാണ്. SNDP-ന്റെയും NSS-ന്റെയും സ്ഥാപനങ്ങൾ മിക്കവതും ഒരു SN കോളേജ് ചേർത്തല, അത് മാത്രം R. ശങ്കർ ഒരു വ്യക്തിയിൽ നിന്ന് സംഭാവന വാങ്ങിയതാ. ബാക്കിയെല്ലാം സർക്കാർ ഭൂമികളാണ്. സർക്കാരിൽ നിന്ന് ദാനമായോ സർക്കാരിൽ നിന്ന് ലീസായോ വാങ്ങിയതാണ്. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റി 1 സെന്റ് സ്ഥലം സർക്കാരിൽ നിന്ന് ലീസായോ ദാനമായോ വാങ്ങിയത് തെളിയിച്ചു തരാൻ സാധിച്ചോ എന്ന് ഞാൻ വെല്ലുവിളിച്ച. ആർക്കും ഒരു മുണ്ടാട്ടില്ല, എവിടെയും ഉണ്ടാവില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ NSS-ന് ഭൂമി നൽകിയാണ്, ഈ SNDP-ക്ക് നൽകിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയാണ്. മണക്കാട് കുഞ്ഞുമദാജി ആലുവയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് നൽകിയാണ് 15 ഏക്കർ ഭൂമി സൗജന്യമായിട്ട് സ്കൂളുണ്ടാക്കാൻ. കൊടുങ്ങല്ലൂരിലെ NSS-ന് കോളേജ് ഉണ്ടാക്കാനുള്ള സ്ഥലം മണപ്പാട് കുഞ്ഞുമദാജി കൊടുത്ത. കാലടിയിൽ കൊടുത്തിട്ട് 25 ഏക്കറാ. ഇനി മറ്റൊന്ന് നോക്കുക, SNDP-ൻ്റെത്. SNDP-ക്ക് 13ഓളം സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലം കൊടുത്തത്, 100 കണക്കിന് ഏക്കർ സ്ഥലം കൊടുത്തത് ആരാ? തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാ. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ SN ട്രസ്റ്റിൽ അംഗമായിരുന്നു. അതറിയോ നോക്ക്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ബാഫയ്ക്ക് തങ്ങളോട് പറഞ്ഞു, മട്ടന്നൂരിൽ ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു കോളേജ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഒരു ഹൈസ്കൂളും തുടങ്ങാൻ ആഗ്രഹമുണ്ട്, സ്ഥലം മേടിച്ചു തരണം എന്ന് പറഞ്ഞു. മഹാനായ ബാഫി തങ്ങൾ മട്ടന്നൂരിലെ പ്രമുഖനായ ഒരു വ്യക്തി ഒരു മുസ്ലിമിനെ വിളിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ NSS-ന് സ്ഥലം വേണം, സൗജന്യമായി കൊടുത്താൽ വിദ്യാഭ്യാസ സ്ഥാപനം വരും. വിദ്യാഭ്യാസ സ്ഥാപനം വന്നാൽ എല്ലാവർക്കും പഠിക്കാം. അങ്ങനെ ഒരു മുസ്ലിം പ്രമുഖന്റെ കയ്യിൽ നിന്ന് 125 ഏക്കർ സ്ഥലം വാങ്ങി അവിടെയാണ് മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജ് വന്നത്. മട്ടന്നൂരിലെ NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ആ കുടുംബം കൊടുത്തതാണ്. അങ്ങനെ ഒരുപാട് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ തിരിച്ച് വേറെ ഏതെങ്കിലും വഴിയിലൂടെ മുസ്ലിം സമുദായം എന്താണ് നേടിയത് ഞങ്ങൾ ചോദിച്ചു. അതുമാതിരി തന്നെ ഹൈന്ദവ സഹോദരന്മാരിൽ പ്രഗത്ഭർ മുസ്ലിങ്ങൾക്ക് സംഭാവന ചെയ്തു. പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മദ്രാസ് അസംബ്ലിയിലെ MLA ആയിരുന്ന ബാലകൃഷ്ണ കിടാവ്. ആ കിടാവാണ് നടുവണ്ണൂർ എന്ന് പറഞ്ഞ പേരാമ്പർക്ക് മുമ്പുള്ള നടുവണ്ണൂർ എന്ന സ്ഥലത്തെ ജുമയത്ത് പള്ളി നിൽക്കുന്നത് ബാലകൃഷ്ണ കിടാവ് വഖഫ് ചെയ്ത ഭൂമിയിലാണ്. അവിടുത്തെ വള്ളിക്കാട് കിടക്കുന്നത് ബാലകൃഷ്ണ കിടാവ് എന്ന സംഭാവനയാണ്. 1967 വിദ്യാഭ്യാസ മന്ത്രിയായ CH മുഹമ്മദ് കോയ സാഹിബിന് നടുവണ്ണൂരിൽ സ്വീകരണം കൊടുത്തപ്പോൾ ആ സ്വീകരണ സ്ഥലത്തേക്ക് ഒരു നിവേദനവുമായി ബാലകൃഷ്ണ കിടാവ് കയറി വന്നു. നടുവണ്ണൂർ ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കണം. CH വേദിയിൽ വെച്ച് നിവേദനം സ്വീകരിച്ച ഉടനെ ബാലകൃഷ്ണ കിടാവിനോട് ചോദിച്ചു, ബാലകൃഷ്ണ കിടാവേ, നിങ്ങൾ സ്ഥലം തരികയാണെങ്കിൽ ഹൈസ്കൂൾ ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കും. ബാലകൃഷ്ണ കിടാവ് പറഞ്ഞു, സ്ഥലം എത്രയാണ് വേണ്ടത് ഞാൻ തന്നിരിക്കുന്നു.
CH പറഞ്ഞു ഇവിടെ ഒരു ഹൈസ്കൂൾ വന്നിരിക്കുന്നു. ഇങ്ങനെ നല്ല മനുഷ്യർ ഹിന്ദു സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും അങ്ങനെയൊക്കെയുള്ള നാടാണ്. മഹാനായ ബാഫഖി തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആർ ശങ്കരാണ്, മന്നത്ത് പത്മനാഭനാണ്. ഇവരുമായൊക്കെയുള്ള സൗഹൃദം വലുതായിരുന്നു. അതുകൊണ്ടാണ് ആർ ശങ്കറെ തെക്കൻ കേരളത്തിൽ വർണ്ണവറിയന്മാർ തോൽപ്പിച്ചപ്പോൾ ഇങ്ങ് കണ്ണൂരിൽ കൊണ്ടുവന്ന് ആർ ശങ്കറെ വിജയിപ്പിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചത് ബാഫഖി തങ്ങളും മുസ്ലിം ലീഗുമാണെന്ന് ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ വിളിച്ചു പറഞ്ഞത്. അവരെ മാത്രമാണോ? അഡ്വക്കേറ്റ് കൃഷ്ണയ്യരെ തലശ്ശേരിയിൽ നിന്ന് വിജയിപ്പിച്ചത് ബാഫഖി തങ്ങളും ലീഗുവാ. ഡോക്ടർ KB മേനോൻ വിജയിച്ചു എന്നത് എങ്ങനെയാ മനസ്സിലാക്കണം. EMSന്റെ തന്നെ ചരിത്രമുണ്ട്. EMS മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. 1957 ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ കടന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ചരിത്രം എങ്ങനെ വരുന്നത്? 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയിൽ. ഈ 5 സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ച് മന്ത്രിമാരാക്കാം എന്ന വാഗ്ദാനം കൊടുത്തിട്ടാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. അങ്ങനെ മന്ത്രിസഭ സത്യപ്രതിജ്ഞന്റെ തീയതി എല്ലാം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് 2 മനുഷ്യന്മാർ EMSന്റെ അടുത്തേക്ക് വരിക. ആരാണത്? ഒന്ന് അഡ്വക്കേറ്റ് കൃഷ്ണയ്യരും ഒന്ന് ഡോക്ടർ KB മേനോൻ. EMS ബാഫഖി തങ്ങൾ മരിച്ചപ്പോൾ തിരുവനന്തപുരം BJT ഹാളിലെ വലിയൊരു അനുശോചന സമ്മേളനത്തിൽ EMS വെളിപ്പെടുത്തിയ വിവാദമായൊരു പരാമർശമായിരുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? 2 പേര് എൻ്റെ അടുത്ത്, ഞാൻ ഡേറ്റ് എല്ലാം ഉറപ്പിച്ച് നിൽക്കുകയാണ്, മന്ത്രിസഭ വരാൻ പോവാണ്. അപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണയ്യരും ഡോക്ടർ KB മേനോനും വന്നിട്ട് എന്തു പറയുന്നത്? സത്യപ്രതിജ്ഞന്റെ ഡേറ്റ് നിശ്ചയിക്കാൻ വരട്ടെ, ഞങ്ങൾക്കൊന്ന് മലബാറിൽ പോയി വരേണ്ടതുണ്ട്. എന്തിനാണ് മലബാറിലോട്ട് പോകുന്നത്? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബാഫഖി തങ്ങളുടെ പിന്തുണയിലാണ് ഞങ്ങൾ ജയിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങാതെ മന്ത്രിസഭയിൽ ചേരാൻ ഞങ്ങൾക്ക് പറ്റില്ല. EMS പറയാ, ഞാൻ തളർന്നുപോയി. കാരണം എല്ലാ പ്രതീക്ഷയും അറ്റു. ബാഫഖി തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ള ഒരു കക്ഷിയുടെ പ്രസിഡന്റാണ്. ആ ചരിത്രം ഞാനതാ പറയുന്നത്. അപ്പോ എങ്കി നിറഞ്ഞ സദസ് EMSന്റെ ഈ വാക്കുകൾ കേട്ടി ആകെ പകച്ചു. EMS പറയാണ് ബാഫഖി തങ്ങളുടെ സമ്മതം വാങ്ങണം, അല്ലാതെ എനിക്ക് വരാൻ കഴിയില്ല. ബാഫഖി തങ്ങൾ സമ്മതം കൊടുക്കോ? ഒരിക്കലും രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുന്നതിന് ബാഫഖി തങ്ങൾ സമ്മതം കൊടുക്കില്ല. അതോടുകൂടി ഞങ്ങളുടെ സ്വപ്നം ആ സ്വപ്നമാകെ തകർന്നു. ജിജ്ഞാസയുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. ഇവർ മലബാറിൽ പോയി വരുന്നത് വരെ എല്ലാ പ്രതീക്ഷയ്ക്ക് നിൽക്കെ മലബാറിൽ പോയി അവർ മടങ്ങി വന്നു. എന്താണ് അവരെ പറയാൻ പോകുന്നത്? EMS പറയാം. അവർ പറഞ്ഞു, മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയുടെ തീയതി തീരുമാനിച്ചോളൂ. അപ്പം EMS അവരോട് ചോദിച്ചു, അല്ല ബാഫഖി തങ്ങൾ എന്താ പറഞ്ഞത്? ബാഫഖി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രന്മാരായി വിജയിച്ചവരാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം. മറിച്ചാണ് ബാഫഖി തങ്ങൾ മറുപടി കൊടുത്തതെങ്കിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന ആ ചരിത്രം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എത്രമാത്രം വലിയ ഉത്കൃഷ്ട വ്യക്തിയാണ് ബാഫഖി തങ്ങൾ എന്നതിന് തെളിവാണത് എന്ന് EMS ബാഫഖി തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു. ലീഗിന്റെ നേതാക്കളുടെ ആ ഉയർന്ന ഗരിമ നോക്കുക, ഉത്കൃഷ്ടത. ഇങ്ങനെ ചരിത്രത്തിന്റെ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ട എന്തെല്ലാം ഉണ്ടായി കേരളത്തിൽ. SK പൊറ്റക്കാരനെ കോഴിക്കോട് ജയിപ്പിച്ചതാരാ? നമ്മളാണ്. MB രാഘവനെ വെട്ടി നുറക്കാൻ നടക്കുകയായിരുന്നു അല്ലേ? MB രാഘവനെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയി MB രാഘവന് കിട്ടാതെ മൂർഖം പാമ്പിനെയും എല്ലാത്തിനും കൊന്ന കൂട്ടരാവർ സഖാക്കൾ. ആ MB രാഘവനെ അഴീക്കോട് മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ VK അബ്ദുൽ ഖാദർ മൗലിയെ മാറ്റി MB രാഘവനെ മത്സരിപ്പിച്ച് MLA മന്ത്രിയാക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മനസ്സിലാക്കണം നിങ്ങൾ.
അതുമാത്രമാണോ? അച്യുതമേനോൻ എന്ന മനുഷ്യനെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയതാരാ? അച്യുതമേനോന്റെ ചരിത്രം, ജീവചരിത്രം വായിക്കണം. ഡൽഹിയിലേക്ക് MP ആയി പോയ ആളാ. ആ മനുഷ്യൻ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു കക്ഷിയും തമ്മിൽ സഖ്യമാവാൻ സാധ്യതയില്ലാതെ നോക്കുന്നു. പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ ഖജനാവിൽ 10 പൈസയില്ല. ഇങ്ങനൊരു ഘട്ടത്തിലാണ് അച്യുതമേനോൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ കേരള രാഷ്ട്രീയം, ഇവിടെ നിങ്ങൾ മുഖ്യമന്ത്രിയാവോ? അച്യുതമേനോൻ പറഞ്ഞത്, എനിക്കറിവില്ല, എന്നെ ബാഫിതങ്ങൾ വിളിച്ചതാ. ബാഫിതങ്ങളോട് ചോദിച്ചു, ഒരു മന്ത്രിസഭ ഉണ്ടാവുമോ? എങ്ങനെ? ബാഫിതങ്ങൾ പറഞ്ഞു, ഉണ്ടാകും. അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഭരണകൂടം വരുമെന്ന് ബാഫിതങ്ങൾ പറഞ്ഞു. ബാഫിതങ്ങളാണ് അച്യുതമേനോനെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നത നേതാക്കളും വഹിച്ച പങ്കുകളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ കാലഘട്ടങ്ങളിലായി. അതാണ് ലീഗിന്റെ ചരിത്രം. ലീഗ് ഇന്ന് വരെ ഒരു സമൂഹത്തോടും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിന്നിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് ലീഗിൻ്റെത്. ഇന്നും ലീഗിൻ്റെ നോക്കൂ നിങ്ങൾ. ഇന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സ്പേസ് ഷട്ടിൽ പോയി മാസങ്ങളോളം തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിൽപ്പെട്ട് ലോകം മുഴുവൻ പ്രാർത്ഥനയുടെ നെറുകയിൽ നിന്ന സുനിത വില്യംസ്. ചിന്തിക്കണം നമ്മൾ. മടങ്ങി വരവ് അസാധ്യമാണെന്ന് ശാസ്ത്രലോകം പ്രഖ്യാപിച്ച നാളുകൾ മാസങ്ങളോളം സ്പേസ് ഷട്ടിൽ ഇരിക്കുക. ആ ലോകത്തെ ഞെട്ടിപ്പിച്ച ഇന്ത്യൻ വംശജയും അമേരിക്കയിൽ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ VIP-കളൊന്നായ സുനിത വില്യംസ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കോഴിക്കോട്ട് വന്നപ്പോൾ TC ബുക്സിന്റെ ഉടമസ്ഥൻ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ വിളിക്കുക. സുനിത വില്യംസ് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിഥിയായി, തങ്ങൾ വരണം. ഞങ്ങൾ കുഞ്ഞാലി സാഹിബിനെ പോയി കണ്ടു. ഇന്ന് അതായിരുന്നു കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ വാർത്ത. എന്നിട്ട് തങ്ങൾ വാർത്താലേഖകരോട് പറഞ്ഞ രംഗം, അവിടെ നിന്ന് മനുഷ്യരെ കണ്ട രീതി, ഭൂമിയെ കണ്ട രീതി, വായും ജലവും എല്ലാം മനുഷ്യർക്കായിട്ടുള്ളതാണ്, നിങ്ങൾ കലഹിക്കേണ്ടവരല്ല എന്നൊക്കെ മീഡിയ പ്രവർത്തകർ പോലും തങ്ങളും സുനിത വില്യംസും ഇന്ന് അതിൻ്റെ ഇടയിൽ അന്യപെണ്ണ് എങ്ങനെ ബൊക്ക കൊടുത്തോളാം ഓരോ കുതിരകൾ ചോദിക്കരുത്. ആരാ സുനിത വില്യംസ് എന്നുള്ള ഇതിക്ക് മനസ്സിലായി. ഇവർക്ക് എന്ത് ബഹിരാകാശം? അത് ചോദിക്കുക. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? ഏത് സമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്നത്? ഇവരിപ്പോഴും എത്രയാണ്, ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിക്കുന്നത്? ഇവരിപ്പോൾ അതാണ്. എല്ലാവരും ചായ പറയുമ്പം കാപ്പി പറയുന്നവർ ചെറിയ പറയും, ഇത് എണ്ണൊന്നും കൂടുതലില്ല, കുറച്ചേ ഉള്ളൂ, പക്ഷെ ശല്യം ഭയങ്കരമായിരിക്കും. നിങ്ങൾ മനസ്സിലായിക്കോളി. എറുമ്പ് ഒരു ചെറിയ സാധനം, കടിച്ചാൽ പെരുമ്പേദനയാണ് അല്ലേ? അതുപോലെയാണ് എല്ലാത്തിലും കയറി എന്ത് ചെയ്യാണ്? എല്ലാത്തിലും കയറി എവിടെയൊക്കെ കൊട്ടാൻ പറ്റും ഒക്കെ കൊട്ടുക. ഇത് എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? മുസ്ലിം ലീഗിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി കേരള രാഷ്ട്രീയം തന്നെ പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെയാണ് ലീഗ് വളർന്നു വന്നത്. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ചരിത്രം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് രൂപീകരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രതിസന്ധികളായിരുന്നു ആ കാലത്ത്. നേതാക്കൾ മുഴുവൻ പല ജാതി കരിനിയമങ്ങളാൽ, പോലീസ് പീഡനങ്ങൾ എന്നെല്ലാം കഷ്ടതകൾ അനുഭവിച്ചു. 1951 കാലത്ത് ആദ്യമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുസ്ലിം ലീഗ് മത്സരിക്കുകയാണ്. ഒറ്റക്ക് നിന്നാ മത്സരം.
എന്നിട്ടും ഇന്ത്യൻ്റെ പ്രഥമ ലോക്സഭയിലേക്ക് ബി ബോക്കർ എന്ന ഒരു ഏറനാടൻ മാപ്പിള കയറി ചെന്നു. ആ ചെറിയ കുറുങ്ങിയ ആ മനുഷ്യൻ്റെ ശബ്ദമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ബോക്കർ സാഹിബിൻ്റെ പിൻഗാമികളായിക്കൊണ്ട് ഇസ്മായിൽ സാഹിബും മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം, സുലൈമാൻ സേഠ് സാഹിബ്, ബനാത്വാല സാഹിബ്, ഖാജ മൊയ്തീൻ സാഹിബ്, AK റിഫായി സാഹിബ് തുടങ്ങി നിരന്തരയായി ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി. ഇന്ന് മുസ്ലിം ലീഗിന് 5 MP-മാരാണ്. 5 MP-മാർ എന്ന് പറഞ്ഞാൽ മോശ. ആലോചിക്കുന്ന നിങ്ങൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ഫൈറ്റ് നടത്തുന്നത് 5 MP-മാരുള്ള മുസ്ലിം ലീഗാണ്. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കൊടുത്ത കേസാ സുപ്രീം കോടതി. ആ കേസിന്റെ പേരെന്താ അറിയോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാ ആ കേസിന്റെ പേരെന്നതാ. പിന്നീട് പല പാർട്ടിക്കാർ ഹർജിയുമായി ചെന്നപ്പം സുപ്രീം കോടതി പറഞ്ഞെന്താ അറിയോ? ഈ അരിയൊക്കെ മുസ്ലിം ലീഗിന്റെ വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാനാ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് ഹർജി വന്നു അല്ലേ? സുപ്രീം കോടതി വിധി പറഞ്ഞു. എന്താ വിധി? സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം. പിന്നെയോ സുപ്രീം കോടതിയുടെ വിധികളാണ് നിയമം. അത്തരത്തിൽ മുസ്ലിം ലീഗിനെ നിരോധിക്കണമെന്ന ഹർജി വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞെന്താ? ഇത് നിരോധിക്കേണ്ട പാർട്ടിയല്ല. അപ്പൊ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമ. നിരോധിക്കേണ്ട പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന ഒരു നിയമം രാജ്യത്ത് ഇപ്പോൾ വന്നു. ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആസാമിലെ മുസ്ലിങ്ങളെ പൗരത്വ പ്രശ്നം കോടതിയിൽ വ്യവഹാരത്തിന് നമ്മളാ പോണത്. ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ സമൂഹങ്ങൾ, മുസ്ലിങ്ങളാദി പിന്നാക്ക വർഗങ്ങൾ, അവർക്ക് വേണ്ടി ഫൈറ്റ് നടത്തിയത് നമ്മളാ. കത്തുവ കേസ് അറിയല്ലോ നിങ്ങൾ? ശിക്ഷ വാങ്ങിക്കൊടുത്തു. മുസ്ലിമിനെ പച്ചക്ക് തീയിട്ട് ചുട്ടുകൊന്ന കേസുകൾ, ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസുകൾ എവിടെങ്കിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടാറുണ്ടോ? കേസ് നടത്താൻ ആർക്കെങ്കിലും കഴിയാറുണ്ടോ? കാശ്മീരിലുള്ള ആ കുട്ടിയുടെ കേസ് പഞ്ചാബിലേക്ക് മാറ്റി വക്കീലിനെ വെച്ച് വിചാരണ നടത്തി. ആ കുടുംബം പോലും ഹാജരായില്ല വിധി നാളുകളിൽ. നീതി വാങ്ങിക്കൊടുത്തു, പ്രതികളെ ജയിലിലേക്ക് അയച്ചു. രാജ്യം മുഴുവൻ മുസ്ലിം ലീഗിനെയാണ് ഉറ്റുനോക്കുന്നത്. മുസ്ലിം ലീഗിൽ സമൂഹം പ്രതീക്ഷ അർപ്പിച്ചൊരു കാലഘട്ടമാണിത്. കാരണം മുസ്ലിം ലീഗിൻ്റെ മഹിതമായ ആ ചരിത്രം, നീണ്ട കാലഘട്ടം, ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത് എത്രമാത്രം ജാഗ്രതയോടെയാണെന്നുള്ളത് നമ്മളൊന്ന് കാണുക. വിദ്വേഷം പറയുന്ന നാളുകളിൽ എന്തെങ്കിലും ഒരു വിദ്വേഷം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുമോ? ഇപ്പൊ ഷാജിനെ കുറിച്ചാണ് പറയുന്നത്. മതം മതം മതം. എന്താ ഷാജി പറയണത്? മതമല്ല വേണ്ടത്, മതമല്ല മതമല്ല എന്ന് ഒരു ഭാഗത്തുനിന്ന് നാസ്തിക ശബ്ദം വരുമ്പോൾ മതം മതമാണ്, മതം തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഷാജിയുടെ പ്രസംഗം വരെ കേട്ടണോ? ഞങ്ങളെ നല്ല മനുഷ്യനാക്കിയ മതമാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ മതമാണ്, പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ മതമാണ്, നാട്ടിൽ ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ രക്ഷകരായി ഓടിയെത്തണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ മതമാണ്. അതെങ്ങനെ വർഗീയതാകാം? പിന്നൊന്ന് പറഞ്ഞു, മുസ്ലിം ലീഗ് വിട്ട് പോയാൽ ദീനിൽ നിന്ന് പോയി. അങ്ങനെയല്ല പറഞ്ഞു. മുസ്ലിം ലീഗും കോൺഗ്രസൊന്നും വിട്ട് നിങ്ങൾ CPM-നോടൊത്ത് നിന്നാൽ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിസരത്ത് നിന്നാ പോകുന്ന ഷാജി പറഞ്ഞത്. അല്ല, ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എവിടെയും പറഞ്ഞിട്ടില്ല. ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പോയി CPM-നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ അറിയാതെ അനൈച്ഛികമായി നിങ്ങൾ വിശ്വാസത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് പോകുന്നത്. അത് പറയാൻ കാരണം എന്താ? കാരണം KT ജലീലിനെ പോയ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? EMS-ഉം മഹാത്മാഗാന്ധിയും AKജിയും ഇല്ലാത്ത, AK ഗോപാലനും ഇല്ലാത്ത സ്വർഗത്തിൽ എങ്ങനെ ഞാൻ പോകുന്ന ചോദിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത അയാൾക്ക് അവിടെ പോയപ്പോൾ കിട്ടിയതാ. അത് ഓരോ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഓരോരുത്തരുടെ തലതിരിഞ്ഞ ഇത്തരം പൊട്ടം വർത്താനം വരുമ്പോൾ അതിനെ ആസ്പദമാക്കി നടത്തിയ പ്രസംഗം, ആ സാഹചര്യം പറയാതെ ആ പ്രസംഗത്തിലെ വാക്കുകൾ മാത്രം എടുത്തു പറയാ. ഷാജി പറഞ്ഞിട്ടുണ്ട്. എന്ത് ന്യായമുള്ളത്? അതും ഭീതി ഉണ്ടാക്കാൻ പറയാണ്. മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ
ഈ സമുദായത്തിന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞത് എന്താ? മറ്റു സമുദായങ്ങളെ മേലെ കുതിര കയറുന്ന ഷാജി പറഞ്ഞോ? വേറെ മതസ്ഥരെ വേദനിപ്പിക്കുന്ന ഈ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഷഹൻഷാജിന്റെ വായിന്ന് വന്നെന്ന് വരാരും പറയും. സ്വന്തം സമുദായത്തിന് വേണ്ടി പറഞ്ഞോളി. നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ട എന്താന്ന് തിരിയാത്ത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇല്ലേ സച്ചാർ കമ്മീഷന്റെ ആനുകൂല്യം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുണ്ട്. BJP ഭരിക്കുന്ന സ്റ്റേറ്റിലുണ്ട്. കേരളത്തിൽ ഇല്ലാതായി. ആരില്ലാതാക്കി? ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? അത് സമുദായത്തിന്റെ ലോസ് അല്ലെങ്കിൽ മറ്റെന്താണ് അതിന് വിളിക്കേണ്ടത്? അത് പറയും. അത് സമുദായത്തിന്റെ നഷ്ടമില്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? കേരളത്തിൽ അതില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരോ അംഗവൈകല്യം വന്നവർക്ക്, വൈകല്യമുള്ളവർക്ക് അവർക്കൊക്കെ സംവരണം ഇന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ആ സംവരണം ഏത് പൂളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്? മുസ്ലിമിന്റെ പൂളിൽ നിന്ന്. 12% സംവരണം ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിന്റെ സംവരണം ഇന്ന് 8 കിട്ടുന്നില്ല. അത് നഷ്ടമല്ലേ? നമ്മളെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിങ്ങൾ നോക്കി. ഒരു സ്കൂൾ ഇവിടെ വന്നിടോ? മലപ്പുറം ജില്ലയിൽ 10 കൊല്ലമായില്ലേ നമ്മൾ നികുതി കൊടുക്കണില്ലേ? ഇവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് മനുഷ്യന് പഠിക്കാൻ സ്കൂൾ വരുന്നുണ്ടോ? ഇനി സ്കൂളിൽ ഞാൻ പോട്ടെ, ഒരു സ്കൂളിൽ ബാച്ച് അനുവദിക്കുന്നുണ്ടോ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് 10ാം ക്ലാസ് A, 10ാം ക്ലാസ് B, C, ഇതൊക്കെയാണ് ഡിവിഷൻ. അതാണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. നാട്ടിൽ കുട്ടികൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ 1ഓ 2ഓ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം അതാത് കാലത്തെ സർക്കാരുകൾ നൽകുന്നതാണ്. 10 വർഷമായി മലപ്പുറം ജില്ലയിൽ ഒരു ഡിവിഷൻ തരില്ല. നിങ്ങൾ എന്താ പറയണത്? നിലവിൽ 50ഉം 60ഉം വിദ്യാർത്ഥികളുണ്ട് ക്ലാസ്സിൽ. ബെഞ്ച് വേണേ 2 അധികം കേട്ടോ. എന്നിട്ട് 10 കുട്ടികളെ കൂടി കയറ്റിക്കാം. എന്നാലും ഡിവിഷൻ തരൂല. നമ്മളെ നികുതി വേണം, തിരിച്ച് ഇതൊന്നും തരൂല. സ്കൂളും ഡിവിഷനും തരില്ല. കള്ളിഷാപ്പ് എത്ര വേണം? എത്രയും തരും. മനസ്സിലാക്കണം. നാട് മുഴുവൻ അനുവദിക്കപ്പെട്ടത് ഒറ്റ ക്ലാസ് മുറി തരൂല. മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ബീവറേജ് ഔട്ട്ലെറ്റുകളാണ്. മനസ്സിലാക്കണം. അതാണ് SNDPന്റെ ശ്രീനാരായണ പ്രവർത്തകർ പറഞ്ഞത്. SNDPക്കാർ ഇതുവരെ സ്കൂളിൽ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് മുഴുവൻ ബാറ. വളാഞ്ചേരിയെ കൊടുത്തു, കോട്ടയ്ക്ക് കൊടുത്തു, ഒക്കെ ഈ നടേശൻ ബാറാണ് ചോദിക്കണേ. സ്വാശ്രയ കോളേജുകൾ ആന്റണി പ്രഖ്യാപിച്ചു. ഒന്ന് ഞങ്ങൾക്ക് വേണമെന്ന് SNDP പറഞ്ഞ ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. ചോദിക്കുന്നത് മുഴുവൻ എന്താണ്? ബാറ. ഈ നാട്ടിൽ അനുവദിക്കപ്പെട്ടതും ബാറാണ്. ഈ നാട്ടിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിഷേധിക്കുന്നു. ബാച്ച് അനുവദിക്കുന്നില്ല. പുതിയ സ്കൂളുകൾ അനുവദിച്ചിട്ടില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടണ്ടേ? സ്വന്തം സമൂഹത്തിന്റെ അവകാശങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വർഗീയവാദമാവുക? അതാ ഞാൻ ചോദിക്കുന്നത്. മറ്റു സമുദായത്തിൽ നേരെ തട്ടിക്കേറിയ ഏതൊരു ആളങ്ങൾ കാണിച്ചേരി നമ്മളെ പാർട്ടിയിലുണ്ടോ? നിങ്ങൾ പറയും. ഏതോ ഒരുത്തൻ തലയിരിഞ്ഞ മുദ്രാവാക്യം വിളിച്ച് കാഞ്ഞങ്ങാട് അമ്പലനടയിൽ കെട്ടിത്തൂക്കുന്നു പറഞ്ഞു. ഓൻ വിളിച്ചതേ ഓർമ്മയുള്ളൂ. പിടിച്ച് പുറത്താക്കിയവനെ. ഓനെ പോലീസ് പിടിച്ചിട്ടുണ്ടായി. ഓനെ ഒരു വക്കീലിനെ വെക്കാൻ, ഓനെ ജാമ്യം എടുക്കാനൊന്നും ഞങ്ങളാരും പോയില്ല. അത്തരം വൃത്തികെട്ട മനസ്സുള്ളവർ ഈ പ്രസ്ഥാനത്തിൽ വേണ്ട തീരുമാനിച്ചു. തിരിച്ച് വേറെ എന്തെങ്കിലും മുദ്രാവാക്യം നമ്മളിവിടെ കേട്ടു? എന്തെങ്കിലും നടപടി ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ എന്തിനാ ഈ വെള്ളാപ്പള്ളിനെയും അതുപോലെ തന്നെ ഈ സജി ചെറിയാനൊക്കെ ഇറക്കി വിടുന്നത്? ഇവിടെ കേരള ഹൈക്കോടതിൻ്റെ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഒരു SIT, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ വമ്പം സ്രാവുകൾ അകത്താകുക. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ അടക്കമുള്ള പലരും അകത്തായി. അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നുണ്ടോ? ഇല്ല. നടപടിയെടുത്താൽ എന്ത് സംഭവിക്കും? ഇവർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. അപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തകൾ, ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാൻ കഴിയാതെ സർക്കാർ എന്ത് ചെയ്യാണ്? ഈ വെള്ളാപ്പള്ളിമാരെ ഇറക്കി വിടുകയാണ്. വെള്ളാപ്പള്ളി എന്തെങ്കിലും തോന്നിയാസം മുസ്ലിം സമുദായത്തിനെതിരെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ചാനലുകാർ മുഴുവനും ശബരിമല മാറ്റിവെച്ച്
വെള്ളാപ്പള്ളിനെ ഇറക്കി. വെള്ളാപ്പള്ളിൻ്റെ പോരാൻ തോന്നിയപ്പം സജി ചെറിയാനെ ഇറക്കി. പിന്നെ ബാലനെ ഇറക്കി. ഗോവിന്ദൻ മാഷ് അയാളെ സ്ഥിതി എന്താണെന്ന് പഠിച്ചവനറിയാം. എന്താണ് പറയുന്നത് ആർക്കും മനസ്സിലാവില്ല അല്ലേ? സിനിമയിലെ ഒരു കോമാളി നടനെ പോലെ അതപ്പതിച്ച ഒരു മനുഷ്യൻ. അഭിലാഷനോട് ഇന്നാൾ ചോദിക്കുന്നുണ്ട് ബാലൻ്റെ അവസ്ഥാനത്തെ കുറിച്ച്. അവർ ചോദിച്ചത് ഏത് ബാലൻ, എന്ത് ബാലൻ? അല്ല, ബാലൻ്റെ ആഭ്യന്തരമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ബാലൻ പറഞ്ഞത്. അത് സാങ്കല്പിക ചോദ്യമാണെന്ന്. ബാലൻ പറഞ്ഞതാണെന്നേ. ബാലൻ പറഞ്ഞത് താൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് സാമ്പത്തിക ചോദ്യം. അവിടെ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം തരാൻ എനിക്ക് സൗകര്യമില്ല. വേറൊന്നും എന്നോട് ചോദിച്ചു വരുന്നത്. അപ്പോൾ അഭിലാഷിനോട് ഞാൻ ചോദിച്ചു, എല്ലാ അഭിലാഷേ, നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു, ഇരുന്ന് ചിരിച്ചതിന് കഴിയും കണക്കില്ല. താങ്കൾക്ക് എങ്ങനെ ചിരിക്കാതെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞു? ഞാൻ ചിരി അടക്കി പിടിച്ചിട്ടായിരുന്നു ഇരുന്നത്. അതെ, ഒരു ആകെ തനിമല്ല. ഇപ്പം നോക്കി അതും കഴിഞ്ഞു. ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം പോട്ടെ, ഈ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ഉണ്ടാകും, അതാ ഒരുത്ത അടിച്ചു മാറ്റി പയ്യന്നൂരിലല്ലേ. ആലോചിക്കെങ്കിൽ പയ്യന്നൂരിലെ MLA മരിച്ചുപോയ ഒരു രക്തസാക്ഷി, ആ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ഉണ്ടല്ലോ, അത് കൈയിട്ട് വരണമെങ്കിൽ ഇവരുടെ മനസ്സ് എത്ര ദുഃഖത്തരം തെരഞ്ഞാൽ നോക്കി നിങ്ങൾ. ഇയാളെന്താ പറഞ്ഞത്? ഗോവിന്ദൻ മാഷ് അയാൾ പറയണത് പൈസ ഒന്നും എവിടെയും പോയിട്ടില്ല. എന്നാ എവിടെയുള്ളത്? അത് എവിടെയുള്ളത് സൂക്ഷിച്ചവർക്കറിയും. അങ്ങനെ പൈസ വെക്കാനും സമ്മതിക്കില്ല. അപ്പൊ കട്ട പൈസ എന്ത് ചെയ്യണം? അത് കട്ടിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ പൈസ എവിടെ ഉണ്ട്? ആ, എവിടെ ഉണ്ട് ചോദിക്കുക. ഇന്ന് വൈകുന്നേരം ആളെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം പിടുത്തം പൊട്ടുന്നു, എല്ലാ നട്ടും പൊട്ടും ആൾക്കും ഇനി പൊടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വലിയ തരംഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആപത്ഘട്ടത്തിലാണ്. ഇവരെ പാർട്ടിയുടെ ഘടന തന്നെ മാറിയില്ലേ? മധുരയിൽ ചെന്ന പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ് എടുത്ത തെറ്റുമില്ല തീരുമാനമാണ് PM ശ്രീയിൽ ഒപ്പുവെക്കാൻ പാടില്ല. അതൊരു വർഗീയ സിലബസാണ്. രാജ്യത്തെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി, ഒരു തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വർഗീയ ഭ്രാന്തൻ സിലബസാണെന്നും ആ സിലബസ് അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്നും മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനമാണ്. പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ അത് തിരുത്താൻ അടുത്ത പാർട്ടി കോൺഗ്രസിനെ അവകാശമുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര രീതി. എന്നാൽ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം ശിവൻകുട്ടി എന്ന മന്ത്രി അത് തിരുത്തി. ഇവർ നമ്മളോട് പറയും നിങ്ങളെ മുസ്ലിം ലീഗ് പോലെയല്ല, കോൺഗ്രസ് പോലെയല്ല, ഞങ്ങളെ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ. നിങ്ങളെ പാർട്ടി എന്താണ്? പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം അടുത്ത പാർട്ടി കോൺഗ്രസിനെ തിരുത്താൻ അവകാശമുള്ളൂ. അതുകൂടെ ശിവൻകുട്ടി തിരുത്തി അല്ലേ? അതിൽ പോയി ഒപ്പിട്ടണം. എന്നിട്ട് CPI പറഞ്ഞപ്പോൾ എന്താ അതിന് പിൻവലിയാൻ പോവാണ്. അതിന് ഒപ്പിട്ടാൽ പിൻവലിയാൻ പറ്റില്ലെന്ന് അതും ആ കരാറിലുണ്ട്. ഇപ്പൊ ചോദിക്കുന്നത് എന്താ? അതിനെന്താ കുഴപ്പം? എല്ലാറ്റിലും ഇവരെ പേടിച്ചാ നിൽക്കുന്നത്. പാർലമെന്റിൽ വെച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ. HRD മിനിസ്റ്റർ പറഞ്ഞു PM ശ്രീയിൽ ഒപ്പുവെക്കാമെന്ന് 6 മാസം മുമ്പ് ജോൺ ബ്രിട്ട മധ്യസ്ഥനായി നിന്നുകൊണ്ട് നമ്മൾ തീരുമാനം എടുത്തില്ലേ? പാർലമെന്റിൽ ചോദിക്കുക. പാർലമെന്റിൽ റെക്കോർഡായത്, പാർലമെന്റിൽ രേഖയിൽ വന്നു. മിസ്റ്റർ ബ്രിട്ടാസ് എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ തന്നെയല്ലേ 6 മാസം മുമ്പ് നമ്മളുമായി സംസാരിച്ചത് PM ശ്രീയിൽ ഒപ്പുവെക്കാൻ ഒരു പ്രയാസമില്ലാതെ? പിന്നെ എവിടെ ഞങ്ങൾ നിലപാട് മാറിയത്? പാർലമെന്റ് ചോദിച്ചാ. അപ്പൊ പല ഡീലുകളും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമവും സംവിധാനങ്ങളും എല്ലാം കാറ്റിൽ പറത്തിയാ അവർ മുന്നോട്ട് പോകുന്നത്. PM ശ്രീ എന്ന് പറഞ്ഞാൽ അതൊരു പ്രിൻസിപ്പൽ ഡിസിഷനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയമാണ്. നയപരമായ കാര്യങ്ങളിൽ ക്യാബിനറ്റിനെ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. നമ്മുടെ സിസ്റ്റം പറയുന്നത് അതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ മന്ത്രിക്ക് തീരുമാനമെടുക്കാം, പക്ഷെ പ്രിൻസിപ്പൽ കാര്യങ്ങളിൽ ക്യാബിനറ്റിനെ അധികാരമുള്ളൂ. നമ്മളെ റൂൾസ് ഓഫ് റെഗുലേഷനിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? കേവലം ഒരു വകുപ്പ് മേധാവി പോയി ഒപ്പിടുകയാണ് ഒരു ക്യാബിനറ്റ് എടുക്കേണ്ട ഡിസിഷൻ. ഇവർക്ക് ഒരു നിയമവും ഇല്ല.
ഇതെവിടേക്കാണ് പോകുന്നത്? ഇപ്പൊ ഇവർക്ക് ആകെ തർക്കം കോൺഗ്രസ് തർക്കമുണ്ട്. മുഖ്യമന്ത്രി സതീശനാണോ ചെന്നിത്തലയാണോ? ഇതാണ്ടാക്കുന്നത്. സർക്കാരിനെതിരെ വരുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ആ പാർട്ടിയിൽ ഒരുപാട് എന്താ പറയുക അവകാശവാദങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് ഒരാളെ ലീഡർഷിപ്പ് ഏൽപ്പിക്കും. ആ ലീഡർഷിപ്പ് പോരാന്ന് കണ്ടാൽ അതിനെ മാറ്റി വേറെ ആളെ കൊണ്ടുവരും. അത് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം ഒരു ഭാഗത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചാനല് മനസ്സിലാക്കും. സീറ്റ് വെച്ച് മാറുന്നത് തീരുമാനിച്ചു കഴിഞ്ഞു. മന്ത്രിസ്ഥാനം 7 or 8 ചോദിക്കും. പല രീതിയിലുള്ള വാർത്തകൾ പിടിച്ചു വാങ്ങുന്നു. കോൺഗ്രസിനെ പിടിച്ചു കുലുക്കുന്നു ലീഗ്. എന്തിനാണ്? ഭീതി ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ പെയ്ഡ് ചാനലുകൾ വന്നുകൊണ്ട് മുസ്ലിം ലീഗ് അതാ കൂടുതൽ മന്ത്രിസ്ഥാനം ചോദിക്കും, കൂടുതൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, മറ്റേ ചോദിക്കും, ഈ ചോദിക്കും. ഒരു മുസ്ലിം പേടി ഉണ്ടാക്കാണ്. ഇവിടെ മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീതി ഉണ്ടാക്കാണ്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ ഒരു ഇമ്മൻസ് ഭൂരിപക്ഷം UDF ഉണ്ടായത്. നമ്മൾ ചിന്തിച്ചു നോക്കി, മലപ്പുറം ജില്ല ഉണ്ടായ കാലം തൊട്ട് പ്രതിപക്ഷം ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞ് ആലോചിക്കുക. എന്നിട്ടും അതിൻ്റെ പദവികൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ലീഗ് കാണിക്കുന്ന സൂക്ഷ്മത നോക്കി നിങ്ങൾ. വനിതകൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ് വനിതയാണ് അല്ലേ? നാളെ അവിടെ വരുന്നുണ്ട് സ്മിതി. ജനറൽ വനിതാ സീറ്റാണ്. PhD-യും ഡോക്ടറേറ്റും എടുത്ത ആളുകൾ ജയിച്ചു വന്നിട്ടുണ്ട് വനിതകളായി ഈ ജില്ലാ പഞ്ചായത്തിലേക്ക്. MSW എടുത്തവരുണ്ട്. വലിയ ബിരുദാനന്തര ബിരുദങ്ങളുള്ള വനിതാ ലീഗിൻ്റെയും ഹരിതയുടെയും ഒക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എത്രയോ പ്രഗത്ഭമതികളായ മുസ്ലിം വനിതകൾ ഉണ്ടായിട്ടും ഒരു ജനറൽ വൈസ് പ്രസിഡന്റ് സീറ്റിൽ പാണക്കാട് സാദിഖലി തങ്ങൾ നിയമിച്ചത് ആരെയാണ്? ഒരു ഹൈന്ദവ സഹോദരിയെയാണ്. മനസ്സിലാക്കണം. എന്താ അത് കൊടുക്കുന്ന സന്ദേശം? പ്രസിഡന്റായ ഒരു മുസ്ലിം ഉണ്ടാകുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു ഹൈന്ദവ സഹോദരി, അതൊരു മാതൃകയാണ്. അതും ഒരു ദളിത് സംവരണമാണോ എങ്കിൽ നിവൃത്തിയില്ലാതെ കൊടുത്താന്ന് പറയാം. ജനറൽ സീറ്റാണ്. അവിടെയാണ് ദളിത് വംശത്തിൽ കൂടിപ്പറ്റിയൊരു എന്താണ്? അരികുവൽക്കരിക്കപ്പെട്ടവരെ കൂട്ടിപ്പിടിക്കുക എന്ന നയം നമ്മൾ കൊടുത്ത സന്ദേശം. ആ സന്ദേശം തെക്കുന്നിങ്ങനെടുക്കുക അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ സമൂഹം വേണമെന്ന്, മുസ്ലിം സമൂഹം എവിടെയെങ്കിലും വേണമെന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളാരെങ്കിലും അത്ര ചോദ്യങ്ങൾ ചോദിച്ചോ? കോട്ടയത്തോടെ മുസ്ലിം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങളാരെ ചെന്നിട്ടുണ്ടോ? എന്തൊക്കെ ഇവർ ചോദിപ്പിക്കുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടോ? നമ്മൾ എണ്ണി കൊടുത്തില്ലേ? എത്ര പേര് വേണം? പാണക്കാട് ഹൈദരി തങ്ങളുടെ മുഖ്യ കാരസ്ഥ്യം തന്നെ ആരായിരുന്നു? ഗോപാലേട്ടനാ അല്ലേ? കുഞ്ഞാലിക്കുടി സാഹിബിൻ്റെ സ്റ്റാഫിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ വിജയകുമാറാണ്. 10ഓളം സ്റ്റാഫുകളുണ്ട് മൂപ്പർക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടെ. അഹമ്മദിന്റെ സ്റ്റാഫിൽ ആളുകൾ പേര് ഞാൻ എണ്ണിക്കൊടുത്തു. മുനീറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, മഞ്ഞളാംകൊല്ലിയിലെ അലിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, എല്ലാ പ്രൈവറ്റ് സെക്രട്ടറിമാരും എടുത്ത് നോക്കും. ഒക്കെ മറ്റൊരു സമുദായത്തിലെ ആളുകളാണ്. എനിക്കും ഉണ്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറി, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ബിന്ദു എന്ന സ്ത്രീയാണത്. ആരായിലൊക്കെ സമുദായം നോക്കണം? ഇങ്ങോട്ട് ചോദിപ്പിക്കുക. എന്നാൽ തിരിച്ചങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ എത്ര ഉണ്ട്? ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ഞങ്ങളാരും ചോദിച്ചണോ? ഞങ്ങൾ ചോദിക്കുള്ളൂ. അത്ര തരം തന്നവരല്ല. റോജി അഗസ്റ്റിന്റെ സ്റ്റാഫിൽ ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ആരോ ചോദിക്കോ? ചോദിക്കാൻ പാടില്ല. അത് വർഗീയതയാണ്. എന്നാൽ തിരിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് ചോദിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് നിലപാട് വ്യക്തമാക്കി. നിങ്ങളിലൊക്കെ ആരാളുള്ളത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിടി, റോജി അഗസ്റ്റിൽ നിന്ന് പുറത്തുവിടി, എല്ലാവരും നിന്ന് പുറത്തുവിടുന്നു. അത് നിങ്ങൾ വിടൂല. നിങ്ങൾ വെള്ളാപ്പള്ളിനെ വിട്ട് ഇങ്ങോട്ട് ചോദിപ്പിക്കാൻ. തിരിച്ച് നിങ്ങളെന്താണ് നിലപാട് പ്രഖ്യാപിക്കാത്തത്? ഈ നാട് കുട്ടിച്ചോറാക്കാനൊക്കെ ഇറങ്ങിയിരിക്കുക. ഇവിടെ പേര് ഇപ്പോഴും പറഞ്ഞത് ലീഗിനാണ്. ഈ മനുഷ്യന്മാരെന്താ പൊട്ടന്മാരാണോ? വിഡ്ഢികളാണോ? ഈ കേൾക്കുന്നതും വായിക്കുന്നതുമായ ജനത
ഈ ഉത്ഭുത ജനതയ്ക്ക് നേരെ പല്ലിളിക്കല്ലേ നിങ്ങൾ? ഈ തെരഞ്ഞെടുപ്പോട് കൂടി CPM-ന്റെ കഥ കഴിയും. ആ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർ നിരാശയരാ. ഒരേന്ന് പുറത്തിറങ്ങാൻ കഴിയാൻ ആ സാധുക്കൾക്ക് കഴിയില്ല, മറുപടി പറയാൻ കഴിയില്ല. ഈ ബാലനും സജി ചെറിയാനും ഒക്കെ എന്താണ് വരുത്തി വെച്ച ഈ പരിക്കിൽ സമാധാനം പറയാൻ കഴിയാതെ മുഴുവൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടവരായി മാറി CPM-ന്റെ അകത്തുള്ള മുസ്ലിങ്ങൾ. അവർക്ക് ശബ്ദമില്ല. ഇവിടെ വലിയ അട്ടിമറി ഉണ്ടാക്കും പറഞ്ഞ ഒരാൾ വന്നല്ലോ. എന്താ അട്ടിമറി ഉണ്ടായത്? 6-7 സീറ്റ് കിട്ടിയില്ലേ? ഇവിടെ എന്തോ വിപ്ലവം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. എന്താ വിപ്ലവം ഉണ്ടാക്കാൻ? മനുഷ്യരില്ല കൂടെ. ET ബഷീർ തോറ്റ സ്ഥലമായിരുന്നു തിരൂര്. അന്ന് തൊട്ട് തിരൂര് ചോപ്പായി നിങ്ങൾ പ്രഖ്യാപിച്ച ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ വന്നത്. അതിന് കാരണം മനുഷ്യർക്ക് നിങ്ങളെ തിരിഞ്ഞാണ്. കൃത്യമായി നിങ്ങളെ പാർട്ടി ഇത്രമാത്രം ഒരു സമുദായത്തിനും ഒരു ജില്ലക്കും എത്രമാത്രം നിങ്ങൾ എതിരാണ് എന്നത് സമൂഹത്തിന് മനസ്സിലായി. ഇതാ ഹിന്ദുവിന് കൊടുത്ത പത്രത്തിൽ പറയാ, കോഴിക്കോട്ട് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഈ സ്വർണം മുഴുവൻ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനായി മലപ്പുറം ജില്ലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹിന്ദു പത്രത്തിന് കൊടുത്തതാ. കരിപ്പൂരിൽ വന്ന് ഇറങ്ങുന്നവരൊക്കെ മലപ്പുറക്കാരാ. കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ലകൾക്കാരൊക്കെ കരിപ്പൂർ എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ? എന്നിട്ട് മലപ്പുറത്തിനെ കുറിച്ച് ഭീതിജനകമായ ചിത്രം, ആ ചിത്രമാണ് അവർ ദേശീയ മേഖലയിൽ ഉണ്ടാക്കുന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ അവസാന സമയം ഉപയോഗിച്ചത് പിണറായി വിജയന്റെ ഈ അഭിമുഖമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചീത്ത വാർത്തകൾ മാത്രം പുറം ലോകത്തേക്ക് ഇവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷക, കുറ്റിച്ചിറയിൽ CH-ന്റെ പാതയിൽ വമ്പൻ വിജയം നേടി, ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയായ ഒരു കോർപ്പറേറ്റർ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഈ വേദിയിലിരിക്കുകയാണ്. സംഘാടകർക്ക് വേണ്ടി ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അതിൻ്റെ മഹിതമായ ലീഡർഷിപ്പിനെ, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിനെ, ആ കുടുംബത്തിൻ്റെ മുഖം വികൃതമാക്കുക, അതുവഴി മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തെ ഇല്ലാതാക്കുക എന്ന തികച്ചും മുസ്ലിം വിരുദ്ധമായ അജണ്ട, ആ അജണ്ടയുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തിനെതിരെ ഈ സമുദായത്തിൽപ്പെട്ട ചില മിർജാഫർമാരെ ഇറക്കിവിട്ട് പാണക്കാട് കുടുംബത്തിനെ അപമാനിക്കാൻ നടക്കുന്ന ശ്രമത്തെ അതിനെ ശക്തമായി നേരിടാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വരണം. നമ്മുടെ ലീഡർഷിപ്പാണ് നമ്മുടെ കരുത്ത്. ആ ലീഡർഷിപ്പിനെ സമൂഹത്തിൽ അപമാനിക്കാനായി ഇറങ്ങിത്തിച്ചവർ ആരായാലും അവരോട് ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഈ ലീഡർഷിപ്പിൻ്റെ കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിനെയും UDF-നെയും ശക്തിപ്പെടുത്താൻ ഈ നാട്ടിലെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.